കർത്താവിൻ്റെ ധീരനായ പടയാളിക്ക് യോഗ്യമായ ഒരു സെൻഡോഫ് കൊടുക്കുവാൻ തക്കവണ്ണം നമുക്ക് കർത്താവ് തൻ്റെ ആത്മാവിനാൽ കൃപ നൽകുമാറാകട്ടെ. ശുശ്രൂഷകളെ അവിടുന്ന് മാനിക്കുമാറാകട്ടെ. സമയപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ സാധ്യമാകണമല്ലോ. അങ്ങനെ നമുക്ക് കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ തുറന്നുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിന് വേണ്ടി 2 ദൈവ ഭൃത്യന്മാർ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ആദ്യം കിണർമുക്കിൽ ആയിരുന്ന കർത്താവിന്റെ ദാസൻ TJ തോമസ് അവர்களுം, രണ്ടാമത് രാജപുരത്ത് കർത്തൃകാരിയിലായിരിക്കുന്ന സേവ്യർ മാത്യുവും ഇപ്പോൾ പ്രാർത്ഥനയിൽ ലീഡ് ചെയ്യുന്നതായിരിക്കും. അവരോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ നിലയിൽ സഹോദരന്മാർ മുമ്പോട്ട് വന്ന് പ്രാർത്ഥിക്കും. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്കിങ്ങനെ അദ്ദേഹവും അനുശോചനം അറിയിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൃക്കൈക്കുത്ത് കർത്താവിന് വേല ചെയ്യുന്നത് കണ്ണൂർ വേല ചെയ്യുന്ന SK ഡേവിഡ് സഹോദരനും തൻ്റെ അനുശോചനം അറിയിക്കാനായിട്ട് അറിയിച്ചിട്ടുണ്ട്. അവരെ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ 1-ാം ദിനം മുതൽ കഴിഞ്ഞ 34 വർഷമായി ഞാൻ ഹൃദയത്തിൽ ഏറ്റവും ആദരിക്കുന്ന ഒരു ദേവദാസൻ്റെ ശാരീരിക വിയോഗത്തിൻ്റെ മുമ്പിലാണ്. അദ്ദേഹത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ യാത്രയപ്പ് നൽകുന്ന വേളയിലാണ് ഞാൻ ആയിരിക്കുന്നത് എന്ന് തീർച്ചയായും തിരിച്ചറിവിക്കൊണ്ട് സമയബോധവുമുണ്ട്. ശ്രീ കർത്തൃദാസൻ വർഗീസിനെ കാണുമ്പോൾ 2 വേദഭാഗങ്ങളാണ് എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും വരുന്നത്. ഏത് കാലഘട്ടത്തിലും അത് വരാറുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞപ്പോഴും ആ വാചകം തന്നെ എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. റോമാലേഖനം 1-ാം അധ്യായം 16-ാം വാക്യം. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ആ വാക്ക് 100% അന്വർത്ഥമാക്കിയ ഒരു ദൈവപുരുഷനാണ് ശ്രീ വർഗീസ്. ഒരു മദ്യപാനിയായി, പുകവലിക്കാരനായി, ഒരു വർഗീസ് മേസ്ത്രിയായി ലോകത്തിൽ പ്രയോജനപ്പെട്ടപ്പോൾ കാൽവരിയിലെ സ്നേഹം അദ്ദേഹത്തെ തേടിയെത്തി. താൻ ദൈവപൈതലായി അന്ന് മുതൽ തൻ്റെ ജീവശ്വാസം പോകുന്നത് വരെ, ഉയരുള്ള നാൾ വരെയും ശ്വാസം നിലയ്ക്കുന്നത് വരെയും ഉച്ചത്തിൽ അദ്ദേഹം പാടിയത്, ഉറക്കെ പ്രഘോഷിച്ചത് കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹമായിരുന്നു. കറുത്ത പാൻസും വെളുത്ത ഷർട്ടും തോളിൽ നീളമുള്ള ഒരു ബാഗും അതിൽ നിറയെ സ്വന്തമായി എഴുതിയതും അല്ലാത്തതുമായ ട്രാക്റ്റുകളും പുതിയ നിയമം പിടിച്ചുകൊണ്ട് നീലേശ്വരം ബസ് സ്റ്റാൻഡ്, കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷനുകൾ, കാസർഗോഡ് ജില്ലയിലെ വിവിധ ബസ് സ്റ്റാൻഡുകളും അതുപോലെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷ പ്രതികൾ നൽകുകയും ഓരോ വ്യക്തികളോടും ധീരതയോടുകൂടി സുവിശേഷം അറിയിക്കുകയും ചെയ്യുന്ന ധീരനായ ദൈവപുരുഷൻ. സുവിശേഷത്തെക്കുറിച്ച് ഒരു ലജ്ജയുമില്ല. ഏതൊരു വ്യക്തിയോടും കണ്ടാൽ ഉടനെ സുവിശേഷം പറയുന്ന, എല്ലാവരും മടിച്ചു നിൽക്കുന്ന മേഖലയിൽ പോലും ധീരതയോട് കടന്നു എന്ന് സുവിശേഷം പറയുന്ന ധീരനായ, സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ലാത്ത, നിർവചം ശക്തിയോടെ ഉറപ്പോടും കൂടെ പറയുന്ന ധീരനായ ദൈവഭക്തി. രണ്ടാമത് അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത് മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം. എന്നാൽ മുമ്പന്മാർ ചിലർ പിമ്പന്മാരും, പിമ്പന്മാർ മുന്തന്മാരുമാകും. പ്രിയ വർഗീസ് ശക്തമായ തിരുവചനത്തെ അതിന്റെ നൂലിഴകേറി തിയോളജിക്കലായി ഇടപെട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. മുന്നിലിരിക്കുന്ന പ്രേക്ഷകർക്ക് അവരെ തിരുവചനത്തിന്റെ ധ്യാന ചിന്തകൾ തന്റെ ശക്തമായ അനർഗളമായി ഒഴുകുന്ന ഭാഷയുടെ കഴിവുകൊണ്ട് ശ്രോതാക്കളെ പിടിച്ചിരുത്തുന്ന ശക്തനായ ഒരു പ്രഭാഷകനുമായിരുന്നില്ല. എന്നാൽ ശക്തനായ ഒരു സുവിശേഷകനായിരുന്നു. തന്റെ ആത്മീയ ശുശ്രൂഷകളിൽ ഒരു സ്ഥലത്തും ഒരു പിതാവെന്ന നിലയിൽ കുടുംബത്തിൽ താൻ ചില സ്ട്രിക്റ്റുകൾ വരുത്തിയിട്ടുണ്ടെങ്കിലും മറ്റുള്ളവരോടൊക്കെ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ഇടപെടുന്ന, ആരോടും പകയോ പിണക്കമോ സൂക്ഷിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. ആത്മീയ ശുശ്രൂഷ മേഖലകളിൽ ഒരിക്കൽ പോലും ഈ പ്രിയപ്പെട്ടവർ മുമ്പനായി ഞാൻ കണ്ടിട്ടില്ല. പലപ്പോഴും പിമ്പൻ തന്നെയായിരുന്നു. കമ്മിറ്റി യോഗങ്ങളിലും മറ്റ് വേർപാട് പ്രസ്ഥാനത്തിന്റെ സഭാ സംഘടനകളിലും ഒന്നും അദ്ദേഹത്തിന്റെ പേര് കണ്ടിട്ടില്ല. അതിന്റെ ഒരു പദവികളും അദ്ദേഹം വഹിച്ചിരുന്നില്ല. അങ്ങനെ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയുടെ മഹത്വം വ്യക്തമായി മനസ്സിലാക്കി സുവിശേഷം എല്ലാവരോടും പറയുന്ന, സുവിശേഷത്തെക്കുറിച്ച് ഞാൻ കടക്കാരനാണ്, എല്ലാവരോടും അറിയിപ്പാൻ ഞാൻ ആവോളം ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ള വാക്യങ്ങളെ ഹൃദയത്തിൽ എത്തിക്കൊണ്ട് വാർദ്ധക്യത്തിലും വിശ്രമിക്കാതെ കേരളത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും പോയി അദ്ദേഹം സുവിശേഷം അറിയിച്ചു. ഒരു ദിവസം കർത്താവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ ന്യായം ലഭിക്കുന്ന നാളിൽ പ്രതിഫലമേകുവാൻ കർത്താവ് വിളിക്കുമ്പോൾ പ്രിയ വർഗീസ് അവിടെ നിൽക്കും. പ്രിയ വർഗീസ് പ്രവർത്തനങ്ങളുടെ വ്യാപ്തി എന്താണെന്ന് ഇന്ന് നമുക്ക് മനസ്സിലാകുകയില്ല. തമിഴ്നാട്ടിലും കേരളത്തിലും തന്നെ കൊണ്ട് ദൈവം ഉപയോഗിച്ചതിന്റെ ഫലങ്ങൾ നാം നിത്യതയിൽ കാണും. അവിടെ
ഒരു കതിരായിട്ടല്ല താൻ നിൽക്കുക. ആത്മാക്കളുടെ നിറകറ്റകൾ കയ്യിലേന്തി, ചിലപ്പോൾ ചുമലിലുമേന്തി ദൈവസന്നിധിയിൽ അദ്ദേഹം നിൽക്കുമ്പോൾ നല്ലവൻ വിശ്വസ്തരമായ ദാസൻ എന്നെ ഏൽപ്പിച്ച ജോലിയോട് വിശ്വസ്ത പുലർത്തുവൻ എന്നുള്ള പേര് അദ്ദേഹം കേൾക്കും. അന്ന് അവിടെ അദ്ദേഹം മുമ്പനാകും. ഇന്നൊരു പക്ഷേ ആത്മീക ലോകത്തിലും ഈ സെക്കുലർ സമൂഹത്തിലും അദ്ദേഹം ഒരു മുമ്പനായിരിക്കില്ല, പിമ്പനായിരിക്കും. പക്ഷേ പല മുമ്പന്മാരെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ദൈവസംഘത്തിൽ ചേർക്കപ്പെട്ടവരും ചേർക്കപ്പെടാനുള്ളവരുമായ ഇന്ന് നിലനിൽക്കുന്നവരും അല്ലാത്തവരുമായ ഒരുപാട് മുമ്പന്മാർ പിമ്പന്മാരാക്കിക്കൊണ്ട് പ്രിയ വർഗീസായ ദൈവസന്നിധിയിൽ പ്രതിഫലങ്ങൾ വായിക്കുമ്പോൾ, ആത്മാക്കളുടെ നിറകറ്റകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ, ഞാനും ദേവദാസ് എന്ന നിലയിൽ ദൈവമക്കൾ എന്ന നാം ഓരോരുത്തരും എത്ര കറ്റകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കും, എത്ര ആത്മാക്കളുടെ കറ്റകളെ കൊയ്തെടുത്ത് കർത്തൃപാദങ്ങളിൽ അർപ്പിക്കും എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സകല ഉദയം കവിയുന്ന ദൈവസമാധാനം നൽകി ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാർത്തിച്ചിരുന്നു. ദൈവനാമം ബോധപ്പെടുമാറാകട്ടെ. രണ്ട് നിലയിലും പ്രിയ വർഗീസായനോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ഒന്ന്, കിണർമുക്ക് സഭയിൽ ജോർജ് ചായോടൊരുമിച്ച് ആരംഭകാലം മുതൽ തന്നെ കടന്നു വരികയും പാട്ട് പാടുവാൻ ജോർജ് ചായനോട് ചേർന്ന് അവിടെയുള്ള സഭായോഗങ്ങൾക്ക് വരുന്നതിനും വീടുകളിൽ കയറുന്നതിനും അങ്ങനെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയിൽ വളരെ സന്തോഷത്തോടെ കിണർമുക്ക് സഭയ്ക്ക് വേണ്ടി തന്നാൽ ആവുന്ന നിലയിൽ താൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ഈ സമയത്ത് സ്മരിക്കുന്നു. മാത്രമല്ല, വ്യക്തിപരമായി എനിക്ക് മലബാറിൽ മാതൃകയുള്ള രണ്ട് എന്ന് പറഞ്ഞാൽ സുവിശേഷ പ്രവർത്തന രംഗത്ത് മാതൃകയുള്ള രണ്ട് ദൈവദാസന്മാരാണ് സുവിശേഷ വേലയുടെ വ്യാപനത്വത്തിൽ മാതൃകയുള്ള രണ്ട് ദൈവദാസന്മാരാണ് എന്റെ ഹൃദയത്തിൽ ഇടം പിടിച്ചിട്ടുള്ളത്. അങ്ങനെ ചില ശുശ്രൂഷ രംഗത്ത് ഇടം പിടിച്ചിരിക്കുന്ന വ്യക്തികൾ എന്റെ ഹൃദയത്തിലുണ്ട്. അതിൽ സുവിശേഷ രംഗത്ത് എന്റെ ഹൃദയത്തിൽ ഇടം പിടിച്ച ഒരു വലിയ വ്യക്തിത്വമാണ് കെ വർഗീസ് ചായ. അതിന്റെ കാരണം കർത്താവിന്റെ ദാസൻ അഗസ്റ്റിൻ കെ മാത്യു ഓർപ്പിച്ചതുപോലെ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ലാതെ ഞാൻ സുവിശേഷ വേലയ്ക്ക് വേർതിരിഞ്ഞ ആരംഭ കാലഘട്ടത്തിൽ 92, 93, 94, 95 കാലഘട്ടങ്ങളിൽ അച്ചായനോട് ചേർന്ന് നിന്നാണ് പല സ്ഥലങ്ങളിലും വീടുകളിലും ഈ ട്രാക്ട് കൊടുക്കുന്നതിനും ബൈബിള് കൊടുക്കുന്നതിനും ഒക്കെ ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോ എനിക്കതൊരു വലിയ പ്രോത്സാഹനമായിരുന്നു. ഇന്നും അതിൽ അഭിമാനം കൊള്ളുകയാണ്. എന്ന് പറഞ്ഞാല് വീടുകൾ കയറി ഇറങ്ങി ട്രാക്ട് കൊടുത്ത് അവര് പറയുന്ന എന്താണെങ്കിലും അത് കേട്ട് സന്തോഷത്തോടെ ചിരിച്ച് അവരോട് ലളിതമായ നിലയിൽ സുവിശേഷം പറഞ്ഞ് സന്തോഷത്തോടെ മടങ്ങി വരുന്നതിന്റെ ഒരു മാതൃക ഞാൻ കണ്ടത്, ഏറ്റവും കൂടുതലായിട്ട് കണ്ടത് വർഗീസ് ചായനാണ്. അതുകൊണ്ട് തന്നെ ഇന്നും ആ പ്രവർത്തനമാണ് ഏറ്റവും എന്റെ ജീവിതത്തിൽ സന്തോഷകരമായിട്ട് ഉള്ളത്. ഞാനിന്നും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന സുവിശേഷ പ്രവർത്തന രീതി അതാണ്. അപ്പോൾ അങ്ങനെ സുവിശേഷത്തെ കുറിച്ച് തന്റെ ജീവിതത്തിൽ ഒരിക്കലും ലജ്ജിക്കാതെ ആ നാമത്തെ എവിടെയെല്ലാം വെളിപ്പെടുത്താൻ അവസരമുണ്ടായോ അവിടെയെല്ലാം വെളിപ്പെടുത്തിക്കൊണ്ട് താൻ വിശ്വസിച്ച ആ കാര്യം സത്യമാണെന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ടാണ് പറഞ്ഞിരുന്നത്. എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരു സ്വാധീനത കൊണ്ടോ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിലായതുകൊണ്ടോ ഒന്നുമല്ല. കർത്താവിന്റെ ദാസനോടുകൂടെ ഞാൻ ഈ പല പ്രവർത്തനങ്ങളിലും പോകുമ്പോൾ, ഇപ്പം ക്യാമ്പിൽ തന്നെ വരുമ്പോ എല്ലാവരും വർഗീസാന്റെ കൂടെ ഞാൻ പോകണം എന്നുള്ള നിലയിലാണ് നിയോഗം. എനിക്കിതിൽ സന്തോഷമാണ്. അപ്പോ കർത്താവിന്റെ വേലയിൽ ഒരാളോടും വലിയവരെന്നോ ചെറിയവരെന്നോ വ്യത്യാസം കൂടാതെ എല്ലാവരോടും ആ കർത്താവിനെ കുറിച്ച് തന്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റത്തിലൂടെ പറയുമ്പോൾ അതൊരു വലിയ സന്ദേശമാണ്. തന്റെ മക്കളെ കുറിച്ചും ആത്മീകമായ ആഗ്രഹമാണ് വർഗീസാൻ ഏറ്റവും അധികം ഉണ്ടായത്. അതിൽ സന്തോഷിക്കാൻ രണ്ട് കാര്യങ്ങളുണ്ടായി. ഒന്ന്, അന്നമ്മ സഹോദരി കുടുംബമായി കർത്താവിന്റെ വേല ചെയ്യുവാൻ കർത്താവ് വിളിച്ചു. തോമസ് സഹോദരനെ സംബന്ധിച്ചും കർത്താവിന്റെ വേലയ്ക്ക് വേർതിരിയണം എന്നുള്ള ഒരുപാട് കാലത്തെ ആഗ്രഹം അച്ചായന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ
ആ ആഗ്രഹത്തെ ദൈവം മാനിച്ച് പ്രിയ തോമസ് സഹോദരനെയും കർത്താവിന്റെ വേലയ്ക്കായി ഉപയോഗിച്ചു. അതിൽ വളരെ സന്തോഷിക്കുകയാണ്. ഇങ്ങനെ കർത്താവിന്റെ ദാസൻ കർത്താവിന്റെ സന്നിധിയിൽ കടന്നുപോയി. കഴിഞ്ഞ 18-ാം തീയതി ഇവിടെ കടന്നു വന്നപ്പോൾ ഞാൻ വളരെ വേദനയോടെയാണ് പോയത്. കാരണം ഇരിക്കുവാനോ ഉറങ്ങുവാനോ ഭക്ഷണം കഴിക്കുവാനോ ശ്വാസം എടുക്കുവാനോ വളരെ വേദനപ്പെട്ടിരിക്കുന്ന ആ സാഹചര്യത്തിൽ കർത്താവെ തിരുസന്നിധിയിൽ ചേർക്കണം എന്നുള്ള ഒരു ആത്മാർത്ഥമായ ആഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. സ്വർഗസ്ഥനായ ദൈവം തന്റെ ദാസനെ ആശ്വസിപ്പിച്ചു. തിരുനാമത്തിന് സ്തോത്രം. എല്ലാ മഹത്വം ദൈവത്തിന്. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. താങ്ക് യു വിനു സഹോദരൻ. കർത്താവദാസൻ ആർ പി ഷാജി സഹോദരൻ കടന്നു വരണം, മുമ്പോട്ട് വരണമെന്ന് ഓർപ്പിക്കണം. ഇവിടെ സീറ്റുണ്ട്. തുടർന്ന് ദേവദാസൻ പാസ്റ്റർ ഫിലിപ്പ് അവരിൽ നിന്ന് അനുസ്മരണ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാവുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ വർഗീസച്ചന്റെ ദേഹവിയോഗത്തിൽ ദുഃഖത്തിലായിരുന്നു. കുടുംബാംഗങ്ങൾ പ്രിയപ്പെട്ടവരെയും കർത്താവ് ആശ്വസിപ്പിക്കുന്നു. ഒത്തിരി പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ 4 പതിറ്റാണ്ട് മുമ്പ് ഞാൻ കാഞ്ഞങ്ങാട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കടന്നു വരുമ്പോൾ പ്രിയ ജോർജാൻ്റെ ഭവനത്തിലെ എല്ലാ ബുധനാഴ്ച ദിവസങ്ങളിലും ഒരു ബൈബിൾ ക്ലാസ് ഉണ്ടായിരുന്നു. ഞാനും കാഞ്ഞങ്ങാട്ടുള്ള അമ്മച്ചിയും എല്ലാ ബുധനാഴ്ചയോടെ വരികയും പ്രിയ അച്ചായ വർഗീസ് അയ്യാനും തൻ്റെ ഭാര്യയും അവിടെ കടന്നു വരികയും രാത്രിയിൽ ഞങ്ങൾക്ക് 2 കൂട്ടർക്കും തിരിച്ചു പോകാൻ ബസ്സില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അന്നവിടെ താമസിക്കുകയും അച്ചായനും പ്രിയമ്മാനും ഞങ്ങൾക്ക് ആഹാരമൊക്കെ തരികയും ചെയ്ത ആ പഴയ കാലങ്ങളെ ഞാൻ അയവിറക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് പ്രിയ അച്ചായനെയും കുടുംബത്തെയും പരിചയപ്പെടുവാനും കാണാനായിട്ട് ഇടയായിട്ടുള്ളത്. അതിനുശേഷം പലയിടങ്ങളിലും ഞങ്ങൾക്കൊന്നിച്ച് സുശേഷത്തിൻ്റെ വ്യാപനത്തിന് വേണ്ടി യോർച്ചാനും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ പ്രിയ വർഗീസിൻ്റെയും ഒന്നിച്ച് ഞങ്ങൾക്ക് പലയിടങ്ങളിലും കർത്താവിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ ദൈവം അവസരം തന്നിട്ടുണ്ട്. ഇവിടെ പലരും പറഞ്ഞതുപോലെ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ലാതെ ചെറിയവരെന്നോ വലിയവരെന്നോ വ്യത്യാസം കൂടാതെ താൻ ഒറ്റയ്ക്ക് ഏത് കവലകളിലും കടന്നു പോകുന്ന ഒരു നല്ലൊരു ദൈവദാസനായിരുന്നു. ഓർക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വർഗീസ് അച്ചാനെ പോലെ ഒരൊറ്റയാനായി ജീവിച്ചിരുന്ന ഒരു സുവിശേഷനായിരുന്നു നിത്യത്തിൽ വിശ്രമിക്കുന്ന ചെറുപുഴയിലുള്ള വർഗീച്ച എന്ന് പറയുന്നത്. ഞങ്ങളോടൊപ്പം വിശ്രമിക്കാൻ രാത്രി ഉണ്ടെങ്കിൽ നേരം വെളുക്കും ആളിനെ കാണത്തില്ല. അദ്ദേഹം എവിടെയെങ്കിലും പോയി ചില പരസ്യങ്ങൾ നടത്തിയിട്ട് തിരിച്ചു വരും. ഇതുപോലെ പരസ്യങ്ങളും ലഘുലഘ വിതരണങ്ങളും സുവിശേഷീകരണത്തിന് വേണ്ടി വളരെ വിലപ്പെട്ട സമയങ്ങൾ ചെലവഴിച്ച ദൈവദാസൻ തൻ്റെ വേല തികച്ച് നിത്യരാജ്യത്തിലേക്ക് കടന്നുപോയതോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ബൈബിൾ ഇങ്ങനെ പറയുന്നു, വിട്ട് പിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ. ഇവിടെ നമ്മളെ വിട്ടെന്ന് പിരിഞ്ഞെങ്കിലും താൻ ഇന്ന് ക്രിസ്തുവിനോടുകൂടെ സന്തോഷിക്കുകയാണ്. നാമും ക്യൂവിലാണ്. അച്ഛൻ മുമ്പിലായതുകൊണ്ട് നമുക്ക് മുമ്പേ പോയി എന്നേ ഉള്ളൂ. നമ്മളെല്ലാവരും ക്യൂവിൽ നിൽക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ കടന്നു പോകേണ്ടവരാണ്. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശി ക്രിസ്തുവിൽ വെച്ചുകൊള്ളേണ്ടതിന് നമ്മുടെ യേശുവിനെ ആദ്യഫലമായി ഉയർപ്പിച്ചു. തുടർന്ന് നമുക്കും ഒരു റിസറക്ഷനുണ്ട്, ഉയർപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് വളരെ പ്രത്യാശയോടെ ദൈവകൃപയോടെ ഓരോ ദിവസവും നമ്മൾ മുമ്പോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ. എൻ്റെയും കുടുംബത്തിൻ്റെയും ഞാൻ പ്രദാനം ചെയ്യുന്ന പൈനൽ ബിഷപ്പ് ചർച്ചിൻ്റെയും പേരുള്ള അനുശോചനവും സ്തോത്രം പ്രത്യാശയും അറിയിച്ചുകൊണ്ട് എനിക്ക് അവസരം ഒരുക്കിയ ദൈവാസനോട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സമർപ്പിക്കുന്നു. താങ്ക് യു പാസ്റ്റർ. തുടർന്ന് ഈ ഭവനത്തിലെ മൂത്ത മരുമകൻ വിൽസൺ വൈപ്പൻ കുടുംബത്തെ പ്രതിനിധീകരിച്ചും അദ്ദേഹം ചില വാക്കുകൾ നമ്മെ അറിയിക്കുന്നതാണ്. അദ്ദേഹത്തെ കർത്തനാമത്തിൽ ക്ഷണിച്ചു. തിരുനാമത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഒന്നുകൂടി ലേഖനം 15-ാമത്തെ
9:15 വാക്യം നമ്മൾ പറയുന്നുണ്ട്, പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ പിതാവിന്റെ സ്നേഹിച്ച, രോഗശൈലിയിൽ പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സ്നേഹിതരായിട്ടും ദേശവാസികളായിട്ടും ഞങ്ങളുടെ പ്രിയപിതാവിനെ ഇതോളം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത എല്ലാവർക്കായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സ്നേഹത്തിന്റെ യാത്രകനായിരുന്നു എൻ്റെ പിതാവ്. ഞാൻ മൂത്ത മോള് അന്നമ്മയുടെ ഭർത്താവാണ്. ഞാൻ എറണാകുളത്ത് താമസിക്കുന്നത്. പിതാവ് യാത്രയിൽ വിശ്രമത്തിനും സുവിശേഷത്തിന്റെ പല കാര്യങ്ങൾക്കുമായിട്ടും ഞങ്ങളോട് കൂടെയും ആയിരിക്കാറുണ്ട്. അപ്പോൾ എല്ലാം ഞാനും അതിശയിച്ചു പോയിട്ടുണ്ട്. പലപ്പോഴും ഞാൻ വിമർശിച്ചിട്ടും വിഷമം പറഞ്ഞിട്ടുമുണ്ട്. 3 വലിയ ഭാരമേറിയ സഞ്ചിയുമായിട്ടാണ് എൻ്റെ പിതാവ് യാത്ര ചെയ്യുന്നത്. അതില് ഒരു സഞ്ചിയില് അദ്ദേഹത്തിന്റെ വസ്ത്രവും മറ്റ് 2 സഞ്ചിയിലും തോൾ സഞ്ചിയിലും ഒക്കെ ആയിട്ട് സ്നേഹത്തിന്റെ ദൂതുകളാണ്, ചെറിയ പുസ്തകങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങള് സാധാരണ പറയാറുണ്ട്, ഒരു സ്നേഹത്തിന്റെ ചുംബന ചാക്കുമായിട്ട് ഇറങ്ങി എല്ലാവർക്കും കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്ത് അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ, എന്നാൽ ഈ പകർച്ചവ്യാധിയുടെ കാലത്ത് പ്രിയ പിതാവ് ഇരുന്നും ഇവിടെ ഇരിക്കേണ്ടി വന്നു. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോഴും എന്റെ പിതാവ് യാത്ര ചെയ്യുമായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇനിയും ഇതുപോലെയുള്ള വീരന്മാർ എഴുന്നേറ്റ് വരത്തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ. ഞങ്ങള് വാക്യം പറഞ്ഞതുപോലെ പറഞ്ഞു തീരാത്ത ദാനം, അതായത് ഏകദേശം 60 വർഷത്തോളം ഈ കാസർഗോഡിന് അവിടെ ദാസനെ ലഭിച്ചു. കന്യാകുമാരി തൊട്ട് കാസർഗോഡ് വരെയുമുള്ള അനേക സഹോദരന്മാർക്ക് എന്റെ പിതാവിന്റെ വലിയ സഹായം ലഭിച്ചിട്ടുണ്ട്. എന്റെ പിതാവിനെയും അനേകരെ സഹായിച്ചിട്ടുണ്ട്. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മെ ഏവരെ സഹായിക്കണം. തുടർന്ന് നമുക്ക് KD ജോൺസൺ അവരിൽ നിന്ന് അല്പവാക്കുകൾ ശ്രദ്ധിക്കാം. കർത്താവിൻ്റെ അതിമഹത്വമുള്ള നാമം ഇന്നലേക്കും മഹിമപ്പെടുമാറാകട്ടെ. വളരെ ചുരുക്കം കാലങ്ങളെ പിതാവുമായിട്ട് എനിക്ക് അടുക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. എൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നത് ഈ ഭവനത്തിലേക്കാണ്. ആ നിലയിൽ പിതാവുമായി ഹൃദ്യമായ ബന്ധം സ്ഥാപിക്കാൻ ദൈവം എനിക്ക് കൃപയും അവസരവും നൽകി എന്നോട് ഞാൻ ദൈവത്തെ സ്മരിക്കുന്നു. ഞാൻ ഓർക്കുകയാണ്, ഒരു പ്രാവശ്യം കന്യാകുമാരിയിൽ നിന്ന് മടങ്ങി വരുന്ന വേണം ചില ദിവസം എൻ്റെ ഭവനത്തിൽ താമസിക്കണം എന്ന് പിതാവ് ആഗ്രഹിച്ചു. ആ നിലയിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എന്നെ കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് കടന്നുപോയതാണ്. ഇവിടെ കർത്തൃഭക്തന്മാർ ഓർപ്പിച്ചതുപോലെ സുവിശേഷത്തിന് വേണ്ടി ശക്തമായി നിന്ന ഒരു വ്യക്തിയുടെ ആ ശ്രേഷ്ഠമായ മനോഭാവം കണ്ട് മനസ്സിലാക്കുവാൻ എനിക്കിടയായി. ഞാനൊരു സുവിശേഷകനാണ്. പക്ഷെങ്കിൽ പിതാവ് ചെയ്ത ആ രീതിയും എൻ്റെ ആ മനോഭാവത്തെയും കണ്ടപ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്ന ഒരു മനോഭാവം ഉണ്ടാകുവാനായിട്ട് ഭവനത്തിൽ വന്ന് 2-3 നിമിഷങ്ങൾ ഭവനത്തിലായിരുന്ന വഴിക്ക് എൻ്റെ ആ സംഗീതത്തോടുള്ള താല്പര്യം എന്നെയും വളരെയേറെ കുളിർമ പകർത്തുവാൻ ഇടയായി. പിതാവുമായി ഒരു ദിവസം
ഞാൻ തൃശ്ശൂർ കിഴക്കേക്കോട്ടയിലാണ് ദൈവത്തെ ആരാധിച്ചു വരുന്നത്. അവിടെ ആരാധനയ്ക്കായിട്ട് കടന്നു വന്നു. ദൈവദാസന് അവിടെ സമയം ലഭിക്കുവാൻ ഇടയായി തീർന്നു. ദൈവവചനത്തോടുള്ള തൻ്റെ പ്രതിബദ്ധത വെളിപ്പെടുത്തി പാട്ടും പാടി പുറത്തു വന്നപ്പോൾ അനേക പ്രിയപ്പെട്ടവരെ, ഓ ഇങ്ങനെയുണ്ടോ ഒരു പിതാവ് എന്ന് എന്നോട് സാക്ഷി പറയാനിടയായി. മാത്രമല്ല, ഈ കാസർഗോഡിൻ്റെ ഭാഗത്തേക്ക് കുരിവേലയ്ക്കായിട്ട് വന്നിരുന്ന ഒരു വ്യക്തി പിതാവിൽ നിന്ന് സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട് ഞങ്ങൾ സഭയിലാണ് അന്ന്. ആ വ്യക്തി പറഞ്ഞ വാക്കുകൾ എന്നെ വളരെയേറെ ചൊടിപ്പിച്ചു. വളരെയേറെ പ്രതിസന്ധികളുടെ മധ്യത്തിലാണ് താൻ രക്ഷിക്കപ്പെട്ട അനുഭവത്തിൽ ഭവനത്തിൽ വന്നത്. പക്ഷേ പിതാവ് തന്നെ ധൈര്യപ്പെടുത്തിയ വാക്കുകൾ താനത് മുതലക്കെടുക്കുകയും തൻ്റെ ഭവനം മൊത്തമായി സമുദായത്തിൽ നിന്ന് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാനായിടയായി. എൻ്റെ കണ്ണുകൾ ആ ദാസൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ നനയാനായിടയായി. മാത്രമല്ല, ഞാൻ പാലക്കാടിൻ്റെ പ്രദേശത്തേക്ക് പ്രവേലിയിലായിട്ട് കടന്നു പോകുമ്പോൾ ഞാൻ എൻ്റെ മകളുടെ വിവാഹം കഴിച്ച ഭവനം ഇതാണെന്ന് പറഞ്ഞപ്പോൾ ആ വ്യക്തി എന്നോട് പറഞ്ഞത്, ജയമുഖാന്തരം ഞാൻ രക്ഷിക്കപ്പെട്ടത്. വളരെ സന്തോഷം എനിക്ക് തോന്നി. തുടർന്ന് ഞാനിവിടെ വരുമ്പോഴൊക്കെ പിതാവിനെ കാണാനായിട്ട് വരും. ഈ പ്രാവശ്യം വന്നപ്പോൾ എൻ്റെ ദൈവം മതിയായവൻ, എൻ്റെ ദൈവം മതിയായവൻ എന്നുള്ള പാട്ട് പാടാനായിട്ട് ഞാൻ മുതിർന്നപ്പോൾ ഞാൻ തപ്പെടുത്ത് കൊട്ടി പാടാണ്. അങ്ങനെ വന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നു വാക്യം ഇതാണ്. സദൃശവാക്യം 10-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ, വേനൽക്കാലത്ത് ശേഖരിച്ചു വയ്ക്കുന്നവൻ ഭാഗ്യവാൻ, കൊയ്ത്ത് കാലത്ത് ഉറങ്ങുന്നവനോ നാണം കെട്ടവനെന്ന്. ഓ, പിതാവ് വേനൽക്കാലത്ത് താൻ ശേഖരിച്ചു വെച്ചു. കൊയ്ത്ത് കാലത്ത് നാണം കെട്ടവനായിട്ടല്ല, വളരെ ഉത്സാഹഭരിതനായിട്ട് യുവാക്കന്മാരുടെ ചുറുചുറുക്കോടുകൂടെ വേലയിൽ തന്നവരെയും നിർവഹിപ്പാൻ കർത്താവ് ഇടയാക്കി എന്നുള്ളത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എഴുവരും കടന്നു വരുവാനും ഈ യാത്രയിൽ പങ്കുവെക്കാനും രണ്ടു വാക്ക് അനുസരണമായി പിതാവിനെ കുറിച്ച് ഓർക്കുവാനും പറയുവാനും ഇടയായതിൽ വളരെ സന്തോഷവനാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവമായ കർത്താവ് സർവാശ്വാസങ്ങളുടെയും ഉറവിടമായ ദൈവം സമാധാനവും സ്വസ്ഥതയും സന്തോഷവും നൽകട്ടെ ആശംസിക്കുകയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് അനുവാദങ്ങൾക്ക് വിരാമം കൊടുക്കുന്നു. കർത്താവിന്റെ സ്തോത്രം. അനുസ്മരണം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി. തുടർന്ന് അല്പം മിനിറ്റുകൾ മാത്രം ആദ്യകാലം മുതൽ ഒന്നിച്ച് കർത്തൃവേലയിൽ ആയിരുന്ന ഒരു വിലപ്പെട്ട ദേവദാസ് ഇപ്പോൾ കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹം അൽപ്പറമ്പിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. KM ജോൺ അവരുകൾ അല്പം മിനിറ്റുകൾ മാത്രം, എല്ലാവർക്കും 3 മിനിറ്റ് മാത്രമാണ് കൊടുത്തിരുന്നത്. ആ നിലയിൽ കാര്യങ്ങൾ ക്രമീകരിക്കുമല്ലോ. അനുസ്മരണം പറയുവാനുള്ളതായ അവസരം ഇപ്പോൾ ഉണ്ട്. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്ര പെട്ടെന്ന് വന്നു ചേരും എന്നുള്ളൊരു ചിന്ത എന്നെ ഭരിച്ചില്ല. എനിക്ക് വളരെ ദുഃഖകരമായൊരു കാര്യം, കർത്താവിൻ്റെ ദാസൻ ക്ഷേമമില്ലാതിരുന്ന സമയത്ത് എനിക്ക് ഒന്ന് വന്ന് കാണുവാനോ ആശ്വസിപ്പിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ കഴിഞ്ഞില്ല. ഞങ്ങൾ കോവിഡ് പിടിച്ച് കുറച്ച് നാൾ കിടപ്പിലായിരുന്നു. അതേ തുടർന്ന് ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ സ്ഥലത്തില്ലാതെ വന്നു. കടന്നു വരുവാൻ ആഗ്രഹിച്ച ഒരു ദിവസം ഇദ്ദേഹം ഹോസ്പിറ്റലിൽ ICUലാണ് അതറിയാനിടയായി. അത് കാരണം കടന്നു വരികയും നേരിട്ട് കാണുകയും ചെയ്യാൻ കഴിയുന്നില്ല. കർത്താവിൻ്റെ ദാസൻ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ഞങ്ങൾ വലിയ പരിചയത്തിലും ബന്ധത്തിലും വേലയ്ക്ക് വേർതിരിഞ്ഞതിന് മുമ്പ് തന്നെ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളിലും മറ്റ് പല ആത്മീയ ശുശ്രൂഷകളിലും ഒരുമിച്ച് പോയിക്കൊണ്ടിരുന്നു. അടുത്ത കാലത്തായിട്ട് ബൈബിൾ സ്കൂളിലുള്ള ബന്ധത്തിനും മറ്റും അടുത്ത്
ബന്ധം പുലർത്തുവാൻ ഒരുമിച്ചായിരിക്കുവാൻ കർത്താവ് കഴിയും. ഇത്രത്തോളം കർത്താവ് സഹായിക്കും. ഞാൻ പ്രാർത്ഥനയ്ക്കായി സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തിയത് ചെറിയവരോടും വലിയവരോടും ഒരുപോലെ സുവിശേഷം പറയുവാൻ, ട്രാക്ട് കൊടുക്കുവാൻ ധൈര്യം കാണിക്കുന്ന, താല്പര്യം കാണിക്കുന്ന ഒരു ശ്രേഷ്ഠ ദൈവദാസൻ കർത്താവ് ഞാൻ ആരോഗ്യം നൽകിയിടത്തോളം ആ നിലയിൽ കർത്താവ് സഹായിച്ചു. അപ്പോൾ തന്നെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ദീർഘവർഷങ്ങൾ കർത്താവിൻ്റെ വേളയിൽ തനിക്ക് ലഭിച്ച കൃപയ്ക്കനുസരിച്ച് പ്രവർത്തിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയ മക്കൾ, കൊച്ചുമക്കൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും ദിവ്യമായിരിക്കുന്ന ആശ്വാസം കർത്താവ് നൽകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇവിടെയുള്ള സ്ഥലം സഭയെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. സ്വർഗീയമായ കൃപകൾ, ആശ്വാസം ഓരോരുത്തർക്കും നൽകി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അവിടെയുള്ള ദൈവസഭയുടെയും പ്രത്യേകിച്ച് കഴിഞ്ഞ സ്കൂളിൻ്റെയും മലബാർ മെസഞ്ചർ മാഷിയുടെയും പത്രാധികാർ അമടിക്ക് വേണ്ടിയും സ്നേഹവും ദുഃഖവും പ്രാർത്ഥനയും കഴിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ ഉപസംഹരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാണ്. താങ്ക് യു. ഇതിലേക്ക് ഒരു 3 ദൈവഭക്തന്മാർ അനുസ്മരണം അനുശോചനത്തോടുള്ള ബന്ധത്തിൽ കർത്താവദാസൻ KV തോമസ് ചില വാക്കുകൾ കൂടെ പറഞ്ഞ് ഈ സെക്ഷൻ അവസാനിപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് 11 മണിക്ക് തന്നെ അവസാനിപ്പിക്കാനുള്ള നിർബന്ധം ഉള്ളതുകൊണ്ടും ചിലപ്പോൾ 5 മിനിറ്റ് പോയേക്കാം. ഞാൻ ഇതിൻ്റെ സമയലാഭത്തിന് വേണ്ടി തന്നെ സംബന്ധിച്ചുള്ള ചെറിയൊരു സംക്ഷിപ്ത രൂപം എഴുതിയിട്ടുണ്ട്. അത് ഞാനത് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇതിനു മുമ്പ് കാസർഗോഡ് ബ്രദറൻ ഗ്രൂപ്പിൽ പ്രിയ കർത്താവിദാസൻ ആഗസ്റ്റിൻ മാത്യു തന്നെ സംബന്ധിച്ച് വളരെ മനോഹരമായ നിലയിൽ ഒരു സന്ദേശം നൽകിയിട്ടുണ്ട്. അത് ഓർത്തിയ ദൈവത്തിൽ ചുരുക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഞാനിങ്ങനെ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും അറിവിന് വേണ്ടി തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിൽ അഴകിയ മണ്ഡപം മുളകുംമൂട് എന്ന സ്ഥലത്ത് നിന്നും 1960കളിൽ ഉപജീവനാർത്ഥം മലബാറിൽ ചോയിമ്പോട് എന്ന സ്ഥലത്ത് താമസിച്ചുകൊണ്ട് കെട്ടിട നിർമ്മാണ ജോലികളും പാലങ്ങളുടെ ജോലികളും ചെയ്തുകൊണ്ടും മദ്യവും മറ്റ് ലഹരി വസ്തുക്കളും ഉപയോഗിച്ച് അതിനടിമയായി ജീവിച്ചവരെ 1978 മനുഷ്യഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന സുവിശേഷം തന്റെ ജീവിതത്തെ മാറ്റിമറിക്കുകയും താൻ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവമകനായിത്തീരുകയും ചെയ്തു. തുടർന്ന് നീലേശ്വരം ബദറൻ സഭയോടുള്ള ബന്ധത്തിൽ തുടരുകയും 1983 തന്നെ രക്ഷിച്ച കർത്താവിന്റെ ഒരു പടയാളിയായി സാക്ഷിയായി പൂർണ്ണസമയം വേർതിരിക്കുകയും 38 വർഷത്തോളം തന്റെ തൊണ്ടയിലെ ശബ്ദം നിലയ്ക്കുമ്പോഴും സുവിശേഷ രണാങ്കണത്തിൽ ധീരപടയാളിയായി ശുശ്രൂഷ ചെയ്ത് ഓട്ടം തിളച്ച് വിശ്വാസം കാത്ത സുവിശേഷ പഠനാണ് കർത്തദാസൻ വർഗീസച്ചായൻ. 38 വർഷം സുവിശേഷ മണ്ഡലത്തിൽ പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് ലഘുലേഖകളുടെ പുതുനിയമവും ജനങ്ങളിൽ എത്തിക്കുവാൻ ദൈവം തന്നെ ഉപയോഗിച്ചു. ചെറിയവരോടും വലിയവരോടും മൂർഖന്മാരോടും ഏത് ഉന്നത സ്ഥാനം വഹിക്കുന്ന വ്യക്തിയോടും താൻ മനസ്സിലാക്കിയ സത്യത്തെ സഹധൈര്യം ലജ്ജ കൂടാതെ പറയുവാനും സുവിശേഷ കൃതികൾ കൊടുക്കുവാനും ശുഷ്കാന്തി ഉള്ളവനായിരുന്നു. മഹാകവി KV സൈമൺ സാർ, PV യോഹന്നാൻ തുടങ്ങിയവരുടെ പാട്ട് ഗാനങ്ങൾ താൻ പ്രത്യേകിച്ച് വളരെ മനോഹരമായി പാടുവാൻ കഴിവുണ്ടായിരുന്നു. തന്റെ ഭവനത്തിൽ, ഇവിടെ താമസിക്കുന്ന ഭവനത്തിൽ അതിരാവിലെയും വൈകിട്ടും ഹാൻഡ് മൈക്ക് ഉപയോഗിച്ച് ഉയരുന്ന ഉച്ചത്തിലുള്ള തന്റെ ഗാനവും ലഘു സന്ദേശവും ദേശത്തിന് ഒരു അടയാളമായിരുന്നു. തിരുവചന പാരായണം തന്റെ ഒരു ദിനചര്യയായി കാണുവാനിടയായിട്ടുണ്ട്. ഏത് ദൈവമക്കളെയും സഹപ്രവർത്തകരെയും തികഞ്ഞ സന്തോഷത്തോടെ സ്വീകരിക്കുകയും മാന്യമായി ഇടപെടുകയും ചെയ്യുമായിരുന്നു. തന്റെ ഏതൊരു യാത്രയിലും ലഘുലേഖകളും ചെറുപുസ്തകങ്ങളും തന്റെ ബാഗിൽ കരുതി പോകുന്നിടങ്ങളിൽ വിതരണം ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. ആത്മീക ഭൗതിക മണ്ഡലങ്ങളിൽ സ്ഥാനങ്ങളോ ആദരവുകളോ തേടിപ്പോയിട്ടില്ല. ഏത് പ്രതികൂലങ്ങളെയും സഹിച്ച് സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുന്നവരിൽ ഉത്സുകനായിരുന്നു. 1985 മുതൽ താൻ കിടപ്പിലാകുന്ന ഈ സമയം വരെ തന്നോടൊപ്പം വിവിധ മേഖലകളിൽ ശുശ്രൂഷ ചെയ്യുവാനും യാത്രകൾ ചെയ്യുവാനും 1996 സുവിശേഷ വിരോധികളിൽ നിന്ന് മർദ്ദനമേൽക്കുവാനും ഇടയായിട്ടുണ്ട്. അതുപോലെ 85 മുതൽ ഞാൻ വേലയ്ക്ക് വരുന്ന കാലഘട്ടമാണ്. അച്ചായൻ 1983 വേലയ്ക്ക് വരുന്നത്. ആ കാലം മുതൽ തന്റെ കിടപ്പിലാകുന്നത് വരെയുള്ള സമയങ്ങളിൽ തന്നോടൊപ്പം അനേക ശുശ്രൂഷകളിൽ പോകുവാനും ഇടയായിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലെ
വിവിധ പ്രവർത്തനങ്ങളിൽ ഒരു നിറസാന്നിധ്യമായിരുന്നു അദ്ദേഹം. വിവിധ പ്രവർത്തനങ്ങൾ, ഇരുമാസ യോഗങ്ങൾ, അതുപോലെ കാസർഗോഡിലെ ഏത് പ്രവർത്തനങ്ങളിലും വളരെ സജീവമായി നേരത്തെ തന്നെ എത്തി തന്റെ സാന്നിധ്യവും തന്റെ ശുശ്രൂഷയും മനോഹരമായ ഗാനങ്ങളും ഈ സന്ദർഭത്തിൽ നാം ഓർക്കുകയാണ്. മാത്രവുമല്ല, താൻ മർദ്ദനമേൽക്കുന്ന സമയത്ത് താൻ ഒരു വാക്ക് പോലും ഉണ്ടാതെ താൻ കർത്താവിന്റെ നാമത്തിൽ നാമത്തിന് വേണ്ടി അടികൊണ്ടു. തന്റെ ശബ്ദം തീരെ ഇല്ലാതെ ആയ സമയം കൂടെ എനിക്ക് പോകുവാനും പ്രാർത്ഥിക്കുവാനും എന്റെ ജീവിത തീരുമാന സായാഹ്ന ക്രമീകരണങ്ങൾ പലതും ചെയ്യുവാനും അതിന് സാക്ഷിയാണ് ശ്രമിക്കുകയും നിങ്ങൾ രണ്ടുപേരും ആ നിലയിൽ ആ സമയങ്ങളിൽ കടന്നു വന്ന് ഇവിടുത്തെ കാര്യങ്ങൾ ക്രമീകരണം ചെയ്യുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ഒരു കുടുംബ സുഹൃത്ത് എന്ന നിലയിലും ഒരു പിതാവ് എന്ന നിലയിലും ഞാൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അദ്ദേഹത്തിന്റെ കരുതലും സ്നേഹവും അനുഭവിപ്പാനിടയാകുകയും ചെയ്തിട്ടുള്ളത് നന്ദിയോടെ ഓർക്കുന്നു. കഴിഞ്ഞ 20-ന് കാഞ്ഞങ്ങാട് ദീപ നഴ്സിംഗ് ഹോമിൽ അഡ്മിറ്റായി സ്ഥിതി വഷളായി ഐസിയുവിൽ കിടന്നുകൊണ്ട് അപ്പാ കർത്താവേ എന്ന് 2 കൈയും ഉയർത്തി പ്രാർത്ഥിക്കുന്നതായി കണ്ടു എന്ന് തന്നെ ശുശ്രൂഷിച്ച നേഴ്സ് പറയുണ്ടായി. 2005-ൽ തന്റെ ഭാര്യയുടെ മരണശേഷം മക്കളുടെയും മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും ശുശ്രൂഷ വേണ്ടതുപോലെ അനുഭവിക്കുവാൻ തനിക്ക് ഭാഗ്യം ലഭിച്ചു. അവരുടെ സന്തോഷത്തോടെ നിർവഹിച്ചു. തന്റെ മരണം ഭാഗ്യകരമായ ഒരു മരണമായിരുന്നു. ആരെയും കഷ്ടപ്പെടുത്താതെ വളരെ പ്രത്യാശയോടെ മരണത്തെ മുൻകൂട്ടി മനസ്സിലാക്കി ഒരുക്കത്തോടെ കഴിഞ്ഞ 22-ന് വെളുപ്പിന് 4 മണിക്ക് സ്വർഗതീരം വളഞ്ഞു. ഈ ധീരപടയാളിക്ക് കാസർഗോഡ് ജില്ലയിലെ സഹപ്രവർത്തകരായ കൂട്ടുപടയാളികളുടെ സഭകളുടെ ബിഗ് സല്യൂട്ട് ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. പ്രിയ പ്രീസച്ചായ, അവസാനം വരുവോളം പോയിക്കൊള്ളുക. നീ വിശ്രമിച്ച് കാലാവസാനത്തിൽ നിന്റെ ഓഹരി ലഭിക്കാൻ എഴുന്നേറ്റ് വരും. ദാനിയേൽ 12-ാം അധ്യായം നാം വായിക്കുന്നു. പ്രിയ പിതാവിന് 4 ആൺമക്കളും 2 പെൺമക്കളുമാണ്. അങ്ങനെ 6 മക്കളാണ് പിതാവിന് നൽകിയിട്ടുള്ളത്. 12 കൊച്ചുമക്കളും ആണുള്ളത്. കൊച്ചുമക്കളുടെ മക്കൾ 5 പേരാണ്. മാന്യ കർത്തദാസന്റെ കുടുംബാംഗങ്ങൾ മൊത്തം 35 പേരോളമുണ്ട്. അതാണ് റീച്ചാന്റെ കുടുംബജീവിത സംക്ഷിപ്ത ചരിത്രം എന്ന് പറയുന്നത്. അദ്ദേഹം വെച്ച മാതൃക ഇവിടെ എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേപോലെ പറഞ്ഞൊരു കാര്യം, സഹധൈര്യം ആരോടും ഏതൊരു വ്യക്തിയോടും അനുഗ്രഹം കൊടുക്കുകയും സുവിശേഷം പറയുകയും ലജ്ജ കൂടാതെ പറയുകയും ചെയ്യുന്ന ഞങ്ങൾക്കൊക്കെ മാതൃകാപരമായി പിൻപറ്റുവാൻ അനുകരണീയമായ മാതൃക വെച്ചിട്ട് കടന്നുപോയ പിതാവിന് എല്ലാവിധമായ ആദരവുകളോടും ഭക്തിയുള്ള പുരുഷന്മാർ ശവാനോസനെ അടക്കം ചെയ്തതുപോലെ ഏറ്റവും മാന്യമായ യോഗ്യമായ ഒരു യാത്രയ്ക്ക് നമുക്ക് നൽകുവാനായിട്ട് ദൈവം ഈ സന്ദർഭം ഒരുക്കി. നല്ലൊരു മരണമായിരുന്നു. താൻ അധികം കഷ്ടപ്പെടാതെ പുഞ്ചിരിയോടെ പ്രത്യാശയോടെ കടന്നുപോയി എന്നുള്ളത് വളരെ സന്തോഷം അനുഭവിക്കുന്നു. ഈ പ്രിയ ഭവനത്തിലെ 3-ാമത്തെ മകൻ തോമസിന്റെ ഭാര്യയും തോമസും അതുപോലെ വിൻസന്റെ ഭാര്യ ലീലാമ്മയും ഈ പ്രിയ പിതാവിനെ വളരെ കാര്യമായി മരണം വരികയും ശുശ്രൂഷ രംഗത്ത് സജീവമായിരുന്നു. മറ്റു മക്കളും ഇടയ്ക്ക് വരികയും അവരെ സഹകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അവരെ ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്തു. ഇവർ 2 കുടുംബങ്ങളും പിതാവിനെ വളരെ കാര്യമായിട്ട് തന്നെ നോക്കി എന്നുള്ളത് സാധാരണമാണ്. ഇത് കണ്ട് മനസ്സിലാക്കിയവരാണ് ഞങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ട് കാസർഗോഡ് ജില്ലയിലെ എല്ലാ ദൈവദാസന്മാരുടെയും സഭകളുടെയും മാന്യമായ ഒരു സല്യൂട്ട് പ്രിയ ദൈവദാസനെ നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവനാമം ഓർമ്മ. കർത്താവിന് സ്തോത്രം. സാധാരണ സംസ്കാര ശുശ്രൂഷകളുള്ള ഭംഗിവാക്കുകളും അതിശയോക്തികളും ഒത്തിരി പറയാറുണ്ട്. എന്നാൽ ഇവിടെ അനുസ്മരണം പറഞ്ഞ ദൈവദാസന്മാർ പറയേണ്ടത് പോലും പറയാനായിട്ട് അവർക്ക് പറ്റിയിട്ടില്ല. അത്രയധികം അനുമതിയായിരിക്കുന്ന വൻകാര്യങ്ങൾ തന്നിൽ കൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അനുസ്മരണം പറഞ്ഞ ദൈവദാസന്മാർക്ക് നന്ദി. നമുക്കിപ്പോൾ പ്രത്യാശയുടെ ഗാനത്തിന്റെ ഒരു സ്റ്റാൻസ് അവിടെ കേൾക്കാം, പാടാം, നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഈ ദേഹം വിട്ടുപോകിലും ഈ ദേഹം കെട്ടുപോകിലും ഈ ദേഹം വിട്ടുപോകിലും ഈ ദേഹം കെട്ടുപോകിലും കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി. കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി. വിൺഗേഹം പൂകിടുമെന്ന് വിൺദേഹമേകിടുമെന്ന് വിൺഗേഹമേകിടുമെന്ന്
നാമിനി കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി കൂട്ടുകാർ പിരിഞ്ഞിടും വീട്ടുകാർ കരഞ്ഞിടും കൂട്ടുകാർ പിരിഞ്ഞിടും വീട്ടുകാർ കരഞ്ഞിടും കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി വേണ്ട ദുഃഖം തെല്ലുമേ ഉണ്ടു പ്രത്യാശയും ദിനം വേണ്ട ദുഃഖം തെല്ലുമേ ഉണ്ടു പ്രത്യാശയും ദിനം കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി കോടി ശുദ്ധരാ പ്രിയൻ കൂടെ വാഴുവാ കോടി ശുദ്ധരാ പ്രിയൻ കൂടെ വാഴുവാ കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി ഏകം വിട്ടുപോകിലും ഈ ഏകം കെട്ടുപോകിലും ഈ ഏകം കെട്ടുപോകിലും ഈ ദേഹം കെട്ടുപോകിലും കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി. കർത്താവിന് സ്തോത്രം. ഇവിടെ നടക്കുന്ന ശുശ്രൂഷകൾ ചോയങ്കോട് ബ്രദർ ചർച്ചിന്റെ ചുമതലയിൽ കർത്തൃദാസന്മാരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. നമുക്ക് വീണ്ടും പ്രാർത്ഥനയോടെ ഇരിക്കാം. ദൈവവചനത്തിൽ നിന്ന് നമ്മുടെ ആശ്വാസത്തിനും നമ്മുടെ പ്രത്യാശയ്ക്കും ആയിരിക്കുന്ന അതിശ്രേഷ്ഠമായിരിക്കുന്ന വചനങ്ങൾ ഇപ്പോൾ അല്പസമയത്തിനുള്ള നമ്മോട് അറിയിക്കേണ്ടക്കോണം കാഞ്ഞങ്ങാട് കർത്തൃവേലയിലായിരിക്കുന്ന സഹോദരൻ ഫിന്നി വർഗീസ് അവരുകളെ ക്ഷണിക്കുന്നു. സമയപരിമിതിക്കുള്ളിൽ നിന്നും കാര്യങ്ങൾ നിർവഹിക്കും എന്ന് പ്രത്യാശ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിധരായിരിക്കുന്ന ബഹുമാന്യരായ കർത്താവിൻ്റെ ദാസന്മാർ, സഹോദരി സഹോദരന്മാർ, ഈ ഭവനത്തോടുള്ള സ്നേഹത്തെ പ്രതിയുടെ സന്നിധരായിരിക്കുന്ന നാട്ടുകാരും അയൽവാസികളുമായിട്ടുള്ള മാന്യ സ്നേഹിതരെ, ഇവിടെ നടക്കുന്ന യാതൊരു ശുശ്രൂഷയും ഈ പ്രിയ പിതാവിൻ്റെ ആത്മാവിൻ്റെ അദ്ദേഹം ഒരു ഗുരുവിന്റെ കീഴിലിരുന്നുകൊണ്ട് ചെന്തമിഴിലുള്ള ധാരാളം ശ്ലോകങ്ങൾ അദ്ദേഹം സ്വയാത്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആശയങ്ങൾ, ആ ശ്ലോകങ്ങൾ എൻ്റെ ഭവനത്തിൽ മാസത്തിൽ ഒരു ദിവസം പ്രിയ പിതാവ് വരുമ്പോൾ ആ കയ്യിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു പൊതിയുണ്ടാകും. എന്നോടൊപ്പം അന്ന് ചെലവഴിക്കും. ആ ശ്ലോകങ്ങൾ പറഞ്ഞുകൊണ്ട് അതിന്റെ അർത്ഥം എന്നെ പറഞ്ഞു കേൾപ്പിക്കും. അതുപോലെ തന്നെ താൻ നിരവധി ട്രാക്റ്റുകൾ എഴുതിയിട്ടുണ്ട്, അത് നിങ്ങൾ കേട്ടതാണ്. എന്നാൽ അദ്ദേഹം എഴുതിയ ഈ പോക്ക് എവിടെ ചെന്ന് അവസാനിക്കും എന്നൊരു ട്രാക്റ്റ് ഉണ്ട്. ആ ട്രാക്റ്റ് 5 ഭാഷകളിൽ, ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴിലും കന്നഡത്തിലും 5 ഭാഷയിലേക്ക് ആ ട്രാക്റ്റ് മൊഴിമാറ്റം ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അറിയാത്ത ഒത്തിരി കാര്യങ്ങൾ ഈ പിതാവിനെ സംബന്ധിച്ചുണ്ട്. അങ്ങനെ ദൈവത്തിന് വേണ്ടി സുവിശേഷകൻ എന്നുള്ള ആ പദവി നമുക്കറിയാം. നിരീശ്വരവാദികളും അദ്വൈതവാദവും
അതെല്ലാം ജീവാത്മാവ് പരമാത്മാവിൽ ലയിച്ച് ഈ പ്രപഞ്ചത്തിൽ അവസാനിക്കുന്ന, അതായത് ജീവിതം ഇല്ലാതാകുന്ന ഒന്നാണ് മോക്ഷമെന്നാണ് ആദ്യത്തെ കൂട്ടർ വിശ്വസിക്കുന്നത്. എന്നാൽ ആത്മനിഷ്ഠമായിട്ടുള്ള മനുഷ്യന്റെ ഉള്ളിൽ സകല ലോകത്തെക്കാളും വലിയുള്ള ഒരു ആത്മാവ് ഉണ്ട് എന്നുള്ള വീക്ഷണത്തിൽ അതൊരു ചാക്രിക വീക്ഷണമല്ല, മറിച്ച് അതൊരു ലീനിയർ വ്യൂ ആണ്. മുന്നോട്ട് മനുഷ്യനെ നയിക്കുന്ന ഒരു ചിന്താഗതിയാണ്. അതിന്റെ അന്ത്യം ജീവിതം കൊണ്ട് അവസാനിക്കുന്നതല്ല, മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല ജീവിതം, മറിച്ച് ജീവിതം നിത്യതയിലേക്കും നീളുന്ന ഒന്നാണെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഈ സൃഷ്ടിവാദത്തിന് അഥവാ സൃഷ്ടിയാണെന്നുള്ള വീക്ഷണത്തിന് നമ്മുടെ മുന്നിൽ വെക്കുവാനായിട്ടുള്ളത്. അതുകൊണ്ട് ഇന്നിവിടെ സന്നിധരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ആത്മാർത്ഥമായി എനിക്ക് പറയുവാനായിട്ടുള്ള ഒരു കാര്യം, ഞങ്ങൾക്ക് പറയുവാനായിട്ടുള്ള ഒരു കാര്യം, എന്താണ് മരണം? എന്താണ് മരണം? എന്തുകൊണ്ട് മനുഷ്യൻ മരിക്കുന്നു? വൈദ്യശാസ്ത്രത്തോട് ചോദിക്കുക, എന്താണ് മരണം? വൈദ്യശാസ്ത്രം ഇങ്ങനെ പറയും, ജീവൽ പ്രവർത്തനങ്ങളുടെ സമാപ്തി. ഡോക്ടർ കൈകഴുകിയിട്ട് പറയും, സോറി, ഇനി ഈശ്വരനെ വിളിച്ചോ, ദൈവത്തെ വിളിച്ചോ എന്ന് പറയും. ഇനി നമുക്ക് ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരു അമ്മച്ചിയോട് ചോദിക്കാം, അമ്മച്ചി എന്താണ് മരണം? അവരിങ്ങനെ പറയും, ഒരിക്കൽ ജനിച്ചാൽ മരിക്കണ്ടേ. ഒരു തത്വ ചിന്ത എന്ന പോലെ കണ്ണുകൾ ഉള്ളിലേക്ക് ചിന്തിച്ചുകൊണ്ട് ആ അമ്മച്ചി പറയും, ഒരിക്കൽ ജനിച്ചാൽ മരിക്കണ്ടേ, അതൊരു വിധിയാണ് മോനെ എന്നുത്തരം പറയും. ഇനി തത്വചിന്തകരോട് ചോദിക്കുക, തത്വചിന്തകർ പറയും, സകല മനുഷ്യരെയും പിടികൂടുന്ന ഒരു ബ്രഹ്മാണ്ഡ അപകടമാണ് മരണം. നമുക്ക് മനസ്സിലാകാത്ത ചില ഭാഷകളിൽ ഉരുവിട്ട് അവരും കൈകഴുകും. നമ്മുടെ ആർഷഭാരതത്തിന്റെ മാമുനിമാരോട് ചോദിക്കുക, എന്താണ് മരണം? 600 BC കാലഘട്ടത്തിൽ തത്വചിന്തകൾ ഉടലെടുത്തപ്പോൾ ഉപനിഷത്ത് കാലഘട്ടത്തിൽ ബൃഹദ്യാരണ്യ കോപനിഷത്തിൽ നിന്ന് നമ്മുടെ പ്രസിദ്ധമായ മാമുനിമാരുടെ ഒരു പ്രാർത്ഥനയുണ്ട്, മൃത്യോമം അമൃതംഗമയം. ഞങ്ങൾ മരണത്തിലാണുള്ളത്, മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് നയിക്കണമേ. കാലചക്രം പിന്നോട്ട് വായിഞ്ഞാൽ പിന്നെ നമുക്ക് ബൈബിളിന്റെ വെളിച്ചത്തിൽ ഇയ്യോബിന്റെ കാലഘട്ടം BC 2000 നിന്ന് ഇങ്ങനെ ഒരു കാര്യം നമുക്ക് കേൾക്കാം. മർത്യൻ പൊടിയിലേക്ക് മടങ്ങുമ്പോൾ മരിച്ചാൽ അവൻ ജീവിക്കുമോ? മരണശേഷം ഒരു ജീവിതമുണ്ടോ? അങ്ങനെ മരണത്തെ സംബന്ധിച്ച് മനുഷ്യൻ ഒരു പ്രഹേളികയായി അവശേഷിക്കുമ്പോൾ നമുക്ക് ബൈബിളിനോട് ചോദിക്കാം, എന്താണ് മരണം? എന്റെ പ്രിയപ്പെട്ടവരെ, ബൈബിൾ അതിന് വ്യക്തമായി ശക്തമായ ഒരു ഉത്തരം നൽകുന്നു. പാപത്തിന്റെ ശമ്പളമാണ് മരണം. പാപത്തിന്റെ ശമ്പളം. നമുക്കറിയാം, ശമ്പളം എന്നുള്ള വാക്കുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ശമ്പളം എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്പാദിക്കുന്ന, നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള പ്രതിഫലത്തെയാണ് ശമ്പളം അഥവാ വേജസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പാപത്തിന്റെ ശമ്പളമാണ് മരണം എന്ന് ബൈബിൾ ഉത്തരം നൽകുന്നു. ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ സൃഷ്ടിച്ചപ്പോൾ തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ എന്നും ചിരജീവിയായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് മനുഷ്യനെ സൃഷ്ടിച്ചു. ഞാൻ ചുരുക്കി പറയട്ടെ, എന്നാൽ ദൈവം വെച്ച നിയമത്തെ ലംഘിച്ചുകൊണ്ട്, ദൈവകൽപ്പനയെ ലംഘിച്ചുകൊണ്ട് മനുഷ്യൻ തെറ്റ് ചെയ്തപ്പോൾ ആ തെറ്റ് മനുഷ്യന്റെ ഉള്ളിലേക്ക് പാപപ്രകൃതിക്ക് കാരണമായി തീർന്നു. അതുകൊണ്ടാണ് നമുക്ക് റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ കാണുന്നത്, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ വന്നു. അതുകൊണ്ട് മരണം ഒരു യാദൃച്ഛികതയല്ല, മരണം ആകസ്മികമായി കടന്നു വന്നതല്ല. മനുഷ്യന്റെ പ്രവൃത്തി ആദിപിതാവായിട്ടുള്ള ആദാം തെറ്റ് ചെയ്തതിന്റെ ഫലമായി മരണം ഈ ലോകത്തിൽ വന്നു. അത് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ ലോകത്തിൽ ദുഃഖങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും എല്ലാം വരുവാൻ കാരണമായി തീർന്നത്. അത് തീർച്ചയായിട്ടും ബയോളജിക്കലായിട്ടും ചരിത്രപരമായിട്ടും ഒക്കെ സമർത്ഥിക്കാനായിട്ട് സാധിക്കും. എന്നാൽ അതിനുള്ള സമയവും അതിനുള്ള വേദിയുമല്ലാത്തത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട, ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വരണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു ചോദ്യം, മരിച്ചാൽ മനുഷ്യൻ വീണ്ടും ജീവിക്കുമോ? ഇതാ കാലചക്രത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് അവൻ ഇങ്ങനെ അരുളി ചെയ്തു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതേ, മനുഷ്യകുലത്തിന് പ്രത്യാശയുണ്ട്. മനുഷ്യൻ മരിച്ചാലും ജീവിക്കും.
പക്ഷേ ജീവിക്കണമെങ്കിൽ ഒരു കാര്യം അവിടെ നിവൃത്തിയാകേണ്ടതുണ്ട്. മനുഷ്യന്റെ പാപം എന്ന പ്രശ്നത്തിന് ഒരു പരിഹാരം ആവശ്യമാണ്. എങ്ങനെയാണ് പാപത്തിന്റെ പ്രശ്നത്തിന് പരിഹാരം തേടുവാൻ കഴിയുക? നമുക്കിവിടെ മതങ്ങൾക്ക് ഒരു കുറവുമില്ല. കാലത്തിൽ ധാരാളം തത്വങ്ങളും ധാരാളം സംഹിതകളും ഈ ലോകത്ത് ധാരാളമുണ്ട്. അവയൊക്കെ കൊള്ളാം, അതൊക്കെ നല്ലതാണ്. എന്നാൽ മനുഷ്യന്റെ ഏറ്റവും അപകടകരമായിട്ടുള്ള, ഏറ്റവും ഭീതിജനകമായിട്ടുള്ള ഈ മരണത്തിൽ നിർവഹിക്കുവാൻ ആർക്കാണ് കൽപ്പുള്ളത്? അതാണ് കർത്താവായ യേശു ക്രിസ്തു ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നിട്ട് നമ്മളെ എല്ലാവരെയും സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവം ഈ സന്ദേശം ലോകത്ത് കഴിഞ്ഞ 2000 വർഷങ്ങളായി അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രിയപിതാവും ഈ സ്നേഹത്തിന്റെ ഊഷ്മളതയിലാണ് തന്റെ ജോലി വിട്ട്, തന്റെ എല്ലാം വിട്ടുകൊണ്ട് കർത്താവിന് വേണ്ടി ഈ തെരുവോതികളിൽ നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നത് കൊണ്ട്, ദൈവസ്നേഹത്തെ വിളിച്ചറിയിച്ചുകൊണ്ട്, പ്രിയപ്പെട്ട മാന്യ സ്നേഹിതരെ, നമ്മൾക്കൊരു പ്രത്യാശയുണ്ട്. എങ്ങനെയാണ് നമുക്ക് മരണാനന്തരം നിത്യജീവൻ കരസ്ഥമാക്കുവാൻ കഴിയുന്നത്? എങ്ങനെയാണ് ചിരഞ്ജീവിയായി തീരാൻ കഴിയുന്നത്? അതിനായിട്ട് മനുഷ്യന് മുമ്പിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് പാപമാണ്. ആ പാപത്തിന് ശമ്പളമായി മരണം, ഒന്നാം മരണം എന്ന് ബൈബിൾ വിശേഷിപ്പിക്കുന്ന ശാരീരിക മരണം, ദേഹം, ദേഹി, ആത്മാവ് എന്നീ 3 ഘടകങ്ങൾ അടങ്ങിയതാണ് മനുഷ്യൻ. മനുഷ്യന്റെ ഉള്ളിൽ സനാതനമായിട്ടുള്ള ഒരാത്മാവുണ്ട്. എന്നാൽ ഒന്നാം മരണം എന്ന് പറയുന്നത് ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്നതിനെയാണ് മരണമെന്ന് ബൈബിൾ ഒന്നാം മരണം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മരണം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: മൃത്യുവും പാതാളവും അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. ഇത് 2ാമത്തെ മരണം. മനുഷ്യനെ കാത്തിരിക്കുന്ന ഒരു ന്യായവിധിയുണ്ട്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഒരു ദിവസം ദൈവസന്നിധിയിൽ നിൽക്കാനായിട്ട് പോകുകയാണ്. അന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് നിത്യജീവന്റെ അവകാശിയായി തീരണമെങ്കിൽ ബൈബിൾ പറയുന്ന പോലെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പുകയിൽ തള്ളിയിടും. എന്നാൽ എങ്ങനെയാണ് ഒരു പാപപരിഹാരം? ആ പാപപരിഹാരത്തിനായിട്ടാണ് ഹൈന്ദവ മതത്തിൽ 5 യാഗങ്ങൾ വിരൽ ചൂണ്ടി കാണിക്കുന്നത്. ഇസ്ലാമിൽ നമുക്കറിയാം, ഹഖീഖത്ത് എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഹഖീഖത്തും, അതുപോലെ തന്നെ ആ ബലിപ്പെരുന്നാളുമുണ്ട്. എന്താണ് ബലിപ്പെരുന്നാളും ഈ യാഗങ്ങളും എല്ലാം ചൂണ്ടിക്കാട്ടുന്നത്? മാത്രമല്ല, ആദിവാസി ഗോത്രങ്ങളുടെ ഇടയിൽ പോയാൽ അവിടെയും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കോഴികളെ അറുത്ത് ചോര ഒഴിക്കുന്നത് കാണാം. എന്താണ് അതിന്റെ അർത്ഥം? മനുഷ്യൻ പാപം ചെയ്തതുകൊണ്ട് മരിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ നീതിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവിടെ ഒരു കോഴി അഥവാ ഒരു മൃഗം അറുക്കപ്പെടണം. ആ മൃഗം അറുക്കപ്പെടുന്നത് നമുക്ക് പകരമായിട്ടാണ്. അനേകർ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ആചാരത്തിന്റെ അർത്ഥം മനസ്സിലാക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്, ഈ അർത്ഥങ്ങളെല്ലാം വിരൽ ചൂണ്ടിയത് കാൽവറി ക്രൂശിലേക്കാണ്. ഭൂമിയുടെ നടുഭാഗമായ പലസ്തീനിന്റെ മണ്ണിൽ, ആകാശത്തിനും ഭൂമിക്കും മധ്യേ അവിടെ ഒരു കാൽവറി കുരിശുണ്ട്. നമുക്കറിയാം, ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള വെള്ള മാർബിൾ കല്ലിൽ തീർത്ത ഒരു മഹാസ്തംഭം ഭാരതത്തിലുണ്ട്. അത് ലോകത്തിലെ 7 മഹാത്ഭുതങ്ങളിൽ ഒന്നാണ്. അത് ഷാജഹാൻ ചക്രവർത്തിക്ക് തന്റെ പ്രിയമയോടുള്ള സ്നേഹത്തെ വിളിച്ചറിയിക്കുന്ന ആ സ്നേഹത്തിന്റെ പ്രതീകമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നോടും നിങ്ങളോടുമുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രതീകമായി ഇതാ പലസ്തീനിന്റെ മണ്ണിൽ ഗോൽഗോഥാ കുന്നിൻമുകളിൽ ഒരു കാൽവറി കുരിശ് നമ്മൾ കാണുന്നു, ഒരു കുരിശ് കാണുന്നു. ആ കുരിശ് എന്താണ് വിളിച്ചറിയിക്കുന്നതെന്നറിയാമോ? അത് എന്നോടും നിങ്ങളോടുമുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രതീകമാണ്. നമുക്ക് വേണ്ടി യേശു ക്രിസ്തു കാൽവറി കുരിശിൽ മരിച്ചത് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി തന്റെ ജീവനെ അർപ്പിച്ചതാണ്. അത് നിങ്ങൾക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിയുമോ? ഈ പിതാവിന്റെ തേജസ്സേറിയ മുഖത്തിൽ നിന്ന് നിങ്ങളോട് പറയുവാനുള്ളത് അതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മരിച്ചാൽ ഒരു ന്യായവിധിയുണ്ട്. ആ നരകത്തിലേക്ക് നിങ്ങൾ പോകരുത്. സ്നേഹത്തിന്റെ പർദീസിലേക്ക് വരുവാൻ ഒരേ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്യണം. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുമ്പോൾ ഒരേ ഒരു കാര്യം, എന്താണത്? നിത്യജീവന്റെ അവകാശിയായി തീരുവാൻ നിങ്ങൾ ഇപ്രകാരം ഈ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ചു തന്ന യേശു ക്രിസ്തു എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ടാണ് കുരിശിൽ മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റത്. അതുകൊണ്ട് ഇത് വെറുതെ ഒരു എന്താണ് കെട്ടുകഥയല്ല. ചരിത്രത്തിൽ ദൈവം ഇറങ്ങി വന്ന് പൂർണ്ണമായി മനുഷ്യന് തെളിവുകൾ നൽകിക്കൊണ്ട് ജീവൻ വെച്ച് തന്ന് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് താൻ ജീവന്റെ സൃഷ്ടാവാണെന്ന് വ്യക്തമായി മനുഷ്യരാശിയെ പഠിപ്പിക്കുന്ന ക്രൂശാണ് പലസ്തീനിന്റെ മണ്ണിലുള്ളത്. വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ഇപ്രകാരം പറയാം: യേശുവേ, ഞാൻ അങ്ങ് എന്റെ കർത്താവായ ഈശ്വരനായി എന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു.
എന്റെ പാപത്തെ എന്നോട് ക്ഷമിക്കണമേ. അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് വിശ്വാസപൂർവ്വം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ ഒരു മനുഷ്യന് സ്വർഗപ്രാപ്തി, ജീവപ്രാപ്തി, നിത്യജീവന്റെ അവകാശികൾ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ഈ ജീവിതത്തിൽ അതേ പൂർണ്ണ ഐശ്വര്യത്തോടെ യോബിന്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ ഈ പിതാവ് പൂർണ്ണ ഐശ്വര്യത്തിലും ക്ഷേമത്തിലും കർത്താവിന്റെ സന്നിധിയിൽ ചേരുവാനായിട്ടിടയായി തീർന്നു. ഒരുപോലെ എല്ലാവരും പൊടിയിലേക്ക് മടങ്ങുമെങ്കിലും ഒരിക്കൽ ആ പൊടിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള വലിയൊരു പ്രത്യാശയോടുകൂടി ഈ വയോധികനായ പിതാവിന്, സ്നേഹത്തിന്റെ പിതാവിന് എല്ലാവിധത്തിലുള്ള യാത്ര അയപ്പ് ഞങ്ങൾ നൽകിക്കൊണ്ട് ഹൃദയത്തിന്റെ ഭാഷയിൽ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും ആത്മാർത്ഥമായി ഈ സ്നേഹത്തിലേക്ക് കടന്നു വരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന് സ്തോത്രം. ഈ ശബ്ദപരിധിക്കുള്ളിൽ ശ്രദ്ധിച്ചിട്ടുള്ള എല്ലാവർക്കും പ്രിയ കർത്തൃദാസനിൽ നിന്ന് കുറഞ്ഞ പക്ഷം രക്ഷയുടെ മാർഗം അടങ്ങിയ പ്രതിപാദിക്കുന്ന ഒരു ട്രാക്റ്റെങ്കിലും ലഭിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ അന്നത് കാര്യമാക്കി കാണുക. എന്നാൽ ഇന്ന് അദ്ദേഹത്തിന് ശബ്ദമെടുത്ത് പറയാൻ കഴിയില്ല. മൗനമായി ഈ പെട്ടിയിലായിരിക്കുന്ന ഈ സമയത്ത് നിങ്ങളോട് പറയുകയാണ്, അതാണ് ഇപ്പോൾ നമ്മൾ കേട്ട സന്ദേശം. വലിയ ഒരു നാശത്തിലേക്ക് നിങ്ങൾ പോകരുത്, വലിയൊരു ശിക്ഷാവിധിയിലേക്ക് പോകരുത്, നിത്യദണ്ഡനത്തിലേക്ക് പോകരുത്. ഇതാ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി രക്ഷാമാർഗം ഒരുക്കിയിരിക്കുന്നു. ആ കർത്താവ് യേശു ക്രിസ്തുവിനെ ഹൃദയമായി സ്വീകരിച്ച് അവനായി ജീവിക്കണം എന്നുള്ള സന്ദേശം പകർന്നു വന്ന കർത്തൃദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, നന്ദി അറിയിക്കുന്നു. സാധാരണ പട്ടാളക്കാരൊക്കെ അല്ലെങ്കിൽ മറ്റുദ്യോഗസ്ഥന്മാരൊക്കെ പിരിഞ്ഞു പോകുമ്പോ അവർ അടുത്ത ആളിന് ബാറ്റൻ കൈമാറിക്കൊണ്ടാണ് പോകാറുള്ളത്. ആ നിലയിൽ കർത്തൃദാസൻ തന്റെ ഇളയ മകൻ തോമസിന് ആ ബാറ്റൻ കൈമാറിക്കൊണ്ട് കർത്തൃസന്നിധിയിലേക്ക് കടന്നു പോയിരിക്കുകയാണ്. പ്രിയ തോമസ് സഹോദരൻ ഇപ്പോൾ നന്ദി വാചകങ്ങളായി ചില വാക്കുകൾ നമ്മളെ അറിയിക്കുന്നതാണ്. അദ്ദേഹത്തെ അതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവനാഥത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇങ്ങനെ പ്രിയ പിതാവിൻ്റെ വേർപാടിനോട് ബന്ധത്തിൽ നമുക്കിടെ ആയിരിക്കുവാൻ ദൈവം ഇങ്ങനെയാണ് ഇടവരുത്തിയത്. കടന്നു വന്ന എല്ലാവർക്കും ചോദ്യം ഞങ്ങൾ ഗോസ്ബൽ ഹോമിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പേരിലുള്ള നന്ദിയെയും അറിയിക്കുന്നു. പിതാവിനെ കുറിച്ച് വളരെ ആധികാരികമായി പറയാൻ പലതുമുണ്ട്. എങ്കിലും സമയത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഞാൻ ചുരുങ്ങിയ വാക്കുകൾ ചില കാര്യങ്ങൾ ഓർപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം അതൊരു മകന്റെ നന്ദികേടായി തീരരുത് എന്നുള്ള ബന്ധത്തിലാണ്. പ്രിയ പിതാവിനോടുള്ള ബന്ധത്തിൽ ജനനം മുതൽ 50 വർഷക്കാലം, അരനൂറ്റാണ്ട് കാലം എൻ്റെ പിതാവിനോടുള്ള ബന്ധത്തിൽ ഒരേ വീട്ടിൽ എനിക്ക് താമസിക്കുവാൻ ദൈവം ഭാഗ്യം തന്നു. അതുകൊണ്ട് എനിക്ക് പല കാര്യങ്ങളും ആധികാരികമായിട്ട് അറിയാം. പ്രിയ പിതാവിനോട് ബന്ധത്തിൽ നിങ്ങൾ പറഞ്ഞതുപോലെ, പല ദേവദാസന്മാരും പറഞ്ഞതുപോലെ, ഒരുപക്ഷെ നാട്ടുകാരും പറയുന്നത് പോലെ സുവിശേഷത്തിന് വേണ്ടി എപ്പോഴും വായി തുറക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അദ്ദേഹം പലപ്പോഴും യാത്ര ചെയ്യും. മിക്കപ്പോഴും 2 മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 1 മാസത്തിലൊരിക്കലൊക്കെ അദ്ദേഹം യാത്ര ചെയ്യാറുണ്ട്. അപ്പോഴൊക്കെ ട്രാക്റ്റുകൾ കൊടുക്കും. അനേകരും വിളിക്കാറുണ്ട്. ചിലർക്ക് കർത്താവിനെ കണ്ടെത്തുവാൻ ഇടയായിട്ടുണ്ട്. തനിക്ക് വലിയ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ വലിയ പാടുവാനുള്ള വലിയ കഴിവോ ഇല്ലെങ്കിലും തനിക്ക് ലഭിച്ച എല്ലാ കഴിവിനും അനുസരിച്ച് പരമാവധി ദൈവത്തോട് നീതി പുലർത്തിയിട്ടുണ്ട്. കാരണം അദ്ദേഹം തനിക്ക് ലഭിച്ച കഴിവിനനുസരിച്ച് സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പാട്ട് പാടിയിട്ടുണ്ട്. അനേകർക്ക് ആശ്വാസമായി തീർന്നിട്ടുണ്ട്. അദ്ദേഹം ട്രാക്ടറുകൾ വിതരണം ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് അദ്ദേഹമാണ് ഒരു മാതൃക. കാരണം ട്രെയിൻ പോകുമ്പോൾ ട്രെയിനിൽ ഇരിക്കുന്നവർക്ക് അനേക സമയം കിട്ടും, വെറുതെ ഇരിക്കും. മണിക്കൂറുകൾ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുന്നവരുണ്ട്, മണിക്കൂറുകൾ വെറുതെ ഇരിക്കുന്നവരുണ്ട്. അപ്പോൾ ട്രാക്ടറുകൾ വിതരണം ചെയ്താൽ അവർ വായിക്കും. അനേകർ അങ്ങനെ വിളിച്ച് ചോദിക്കാറുണ്ട്.
യേശുക്രിസ്തുവിനെ കുറിച്ച് അപ്പോൾ താൻ യാത്ര ചെയ്യുന്ന സമയം വൃഥാവാക്കാറില്ല. അത് എനിക്കൊരു മാതൃകയായി തീർന്നു. എനിക്കും ട്രെയിനിലൊക്കെ ട്രാക്ടറുകൾ കൊടുക്കുവാനും അതൊരു മാതൃകയായി തീർന്നു. അതുപോലെ കടകളിൽ പോയാൽ സാധനം വാങ്ങിയാൽ പിന്നെ ട്രാക്ടറുകൾ കൊടുക്കും, സുവിശേഷം പറയും. അത് എനിക്കൊരു നല്ലൊരു വ്യക്തിപരമായ സുവിശേഷം പറയുന്ന ഒരു വിഭാഗത്തിൽ എനിക്കതൊരു മാതൃകയായി തീർന്നു. എൻ്റെ പിതാവാണ്, എൻ്റെ പിതാവ് മുഖാന്തരമാണ് ഞാൻ യേശുക്രിസ്തുവിന്റെ പാതയിൽ അല്ലെങ്കിൽ രക്ഷയുടെ പാതയിലേക്ക് വരുവാൻ ഇടയായി തീർന്നത്. അങ്ങനെ എനിക്കൊരു മഹാഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഒരു സുവിശേഷകൻ എന്നുള്ളത് മഹാഭാഗ്യമാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും കഷ്ടത നിറഞ്ഞ, ഈ ഭൂമിയിൽ ഏറ്റവും കഷ്ടത നിറഞ്ഞ ഒരു പ്രവർത്തനമാണ് സുവിശേഷ പ്രവർത്തനം എന്ന് നമുക്ക് പറയാവുന്നതാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ രക്തസാക്ഷികളാവുന്നത് ക്രിസ്ത്യാനികളാണ് എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിന് വേണ്ടി പോരാടുമ്പോൾ യേശു പറഞ്ഞു, ശത്രുക്കളെ സ്നേഹിക്കുക, സുവിശേഷം അറിയിക്കുക, നന്മ പ്രവൃത്തികൾ ചെയ്യുക എന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ നിലയിൽ പൗലോസും അനേക കഷ്ടങ്ങൾ സഹിച്ചു. അനേക തവണ ചാട്ടവാറിന്റെ അടി കൊണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പട്ടിണി, പൈതാഹം, ഉറക്കിടപ്പ്, അങ്ങനെ പല കഷ്ടതയിൽ കൂടി താൻ കടന്നുപോയിട്ടുണ്ട് എന്ന് കാണുവാൻ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ മിക്കവരും രക്തസാക്ഷികളായി തീർന്നു. പിതാവ് രക്തസാക്ഷി തീർന്നില്ലെങ്കിലും സുവിശേഷത്തിന്റെ അടികൊണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പല നിന്ദകൾ ബന്ധുക്കളുടെ നിന്നും അവിശ്വാസിയുടെ നിന്നും പല പരിഹാസങ്ങളും നിന്ദകളും ഏറ്റിട്ടുണ്ട്. തന്റെ ശബ്ദം സുവിശേഷത്തിന് വേണ്ടി താൻ ഉപയോഗിച്ചു. സുവിശേഷം എന്ന് പറഞ്ഞാൽ തനിക്ക് ശ്വാസം പോലെയാണ്. അതുപോലെ തന്നെ തനിക്കൊരു ലഹരിയായിരുന്നു. ഇവിടെ ഭിക്ഷക്കാർ വന്നാലും സുവിശേഷം പറയും, ബന്ധുക്കൾ വന്നാലും സുവിശേഷം പറയും, എല്ലാവരും വന്നാലും സുവിശേഷം. ഞങ്ങൾ ചിലപ്പോൾ തടസ്സം ചെയ്യാറുണ്ട്, എല്ലാ സമയത്തും അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. എന്നാലും താൻ പറയും. താൻ പറയേണ്ടത് തനിക്ക് സുവിശേഷം പറയണമെന്നുള്ള ആവേശമാണ്. കർത്താവിനെ കുറിച്ച് എല്ലാവരോടും അറിയിക്കണം എന്നാണ് തന്റെ ആഗ്രഹം. എല്ലാവരോടും സുവിശേഷം പറയും എന്നുള്ളത്. ഇന്നലെ ചാണ്ടപ്പുഴ അച്ഛൻ, സുശ്രദ്ധിത പ്രസംഗനായ ചാണ്ടപ്പുഴ അച്ഛൻ വിളിച്ചു പറഞ്ഞു, അദ്ദേഹം നല്ല കുറെ കാലം ജീവിച്ചു, നല്ലോണം കർത്താവിന് വേണ്ടി വേല ചെയ്തു എന്ന് പറയുവാനിടയിൽ പലരും അങ്ങനെ ഇന്നലെ വിളിച്ചു പറഞ്ഞിരുന്നു. അതുപോലെ അനുശോചനം അറിയിച്ച എല്ലാ ദൈവമക്കളുണ്ട്, അവർക്ക് നന്ദി പറയുന്നു. മാത്രമല്ല അദ്ദേഹം ചില മാസങ്ങളായിട്ട് ശബ്ദമൊക്കെ പോയിരുന്നു. അതുവരെയും സുവിശേഷം പറഞ്ഞിരുന്നു, ശബ്ദമൊക്കെ അടഞ്ഞിരുന്നു. 2 ആഴ്ചയായി കൂടുതലായിരുന്നു. 2 ആഴ്ച മുമ്പ് ദീപയിൽ അഡ്മിറ്റ് ആയിരുന്നു. ശ്വാസം മുട്ട് കൂടുതലായതുകൊണ്ട് അഡ്മിറ്റ് ആയിരുന്നു. പിന്നെ അത് അല്പം കുറഞ്ഞതുകൊണ്ട് വീട്ടിലേക്ക് വന്നു. പിന്നെയും ശ്വാസം വലിക്കാൻ ഭയങ്കരമായ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അദ്ദേഹം വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ ആശുപത്രി പോകണമെന്ന് ചോദിച്ചപ്പോൾ പോകണമെന്ന് പറഞ്ഞു. സാധാരണ ഹോസ്പിറ്റലിൽ പോകാൻ വളരെ മടിയായിരുന്നു. എന്നാൽ താൻ പറഞ്ഞപ്പോൾ തന്നെ രാത്രി 11-12 മണിയാകുമ്പോൾ ഞങ്ങൾ പോയി അവിടെ അഡ്മിറ്റ് ചെയ്തു. ഓക്സിജൻ തനിക്ക് കിട്ടാത്ത വിധത്തിലായിരുന്നു. താൻ ICUലായിരുന്നു. ഒരു ദിവസം ICUൽ ഓക്സിജൻ വലിക്കാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടി. ഞാനും പ്രാർത്ഥിച്ചു, ദൈവവേദന അനുഭവിക്കാൻ ഞങ്ങൾക്ക് കാണുവാൻ കഴിയാറില്ല, ശ്വാസം മുട്ടുന്നൊക്കെ. ഞാനും എപ്പോഴും ഉറക്കൊഴിയാറുണ്ട്. ഞങ്ങൾ മാറി മാറി ഉറക്കൊഴിയും വീട്ടിലുള്ളവര്. എന്നാൽ ചില സമയത്ത് ഞാനും ചിലപ്പോൾ മാറിയിരിക്കും. കാരണം ഈ ശ്വാസം മുട്ട് കാണുവാൻ എനിക്കും ഒരു മകൻ എന്ന നിലയിൽ എനിക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ വേദനയില്ലാതെ കർത്താവിന്റെ സന്നിധാനത്തെ കൊണ്ടുപോകണം. അത് ഞങ്ങൾ കാണുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ദൈവം എന്തോ അത്ഭുതകരമായി തന്നെ കർത്താവ് മിനിഞ്ഞാന്ന് രാത്രി റൂമിലേക്ക് മാറ്റുവാൻ ഇടയാക്കിയത് പ്രിയ പിതാവിനെ. അതിനുശേഷം അവിടെ ശ്വാസം വലി കുറഞ്ഞു. താൻ ഓക്സിജൻ കൂടി തന്നെയായിരുന്നു. ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഓക്സിജൻ ഇല്ലാതെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ശ്വാസം 100 നിന്ന് 80 ആയി. 80 നിന്ന് താഴോട്ട് വന്നു. അങ്ങനെ 4 മണിയായപ്പോൾ 3-4 മണിയായപ്പോൾ താൻ വളരെ ശ്വാസം വലിക്കാതെയായി. അവസാനം ഞാൻ ആദ്യമായിട്ടാണ് ഒരു വ്യക്തിയുടെ മരണം കാണുന്നത്. അതും എൻ്റെ പിതാവിൻ്റെതാണ്. എന്നോടുകൂടെ വസിച്ച ആ പിതാവിനോടുകൂടെ വസിക്കുവാൻ ഇടയായിത്തീർന്ന് എനിക്ക് പിതാവിന്റെ മരണം കാണുവാൻ ഇടയായിത്തീർന്നു. വളരെ ശ്വാസം വലിച്ച് വളരെ ബുദ്ധിമുട്ടി ശ്വാസം വലിച്ച വ്യക്തി. എനിക്ക് തോന്നുന്ന ഒരു അത്ഭുതം തന്നെയാണ്. അദ്ദേഹം വളരെ ശാന്തമായി പെയ്തൊഴിഞ്ഞ മഴ പോലെ തന്റെ അവസാനത്തെ ശ്വാസം വലിക്കുന്നത് എനിക്ക് കാണുവാൻ കഴിഞ്ഞു. അതിന് എനിക്ക് പറയാനുള്ളത്, താൻ പ്രത്യാശ ഇത്രയും വേദന പ്രശ്നങ്ങൾ അനുഭവിച്ചപ്പോഴും മറ്റുള്ള പരിഹസിക്കുമ്പോഴും വേദന രോഗം വന്നപ്പോഴും താൻ ഒരിക്കലും ദൈവത്തെ തള്ളി പറഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ ആസ്പത്രി കഴിഞ്ഞ സമയത്തും താൻ പ്രാർത്ഥിക്കുകയായിരുന്നു. നേരത്തെ അച്ഛൻ പറഞ്ഞതുപോലെ താൻ 2 കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഐശ്വര്യ കിടക്കുമ്പോഴും അല്ലെങ്കിൽ റോഡ് വന്നപ്പോഴും താൻ കൈ ഉയർത്തുന്നതായിട്ട് കാണുവാൻ ഇടയായി തീർന്നു. എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം തനിക്കുണ്ടായിരുന്നു. സുവിശേഷ പ്രവർത്തനം ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട്. ദൈവം ആ പ്രിയ പിതാവിനെ ഈ നേരത്തെ വിളിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ദുഃഖമുണ്ടെന്ന് പറയാൻ പറ്റില്ല. സെപ്പറേഷനിൽ ഓൾവേസ് സോറഫുൾ എന്നാണ് ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വേർപാട് എപ്പോഴും വേദനയാണ്.
അത് വ്യക്തിയുടെ നമ്മുടെ ബന്ധം അനുസരിച്ചായിരിക്കും. പിതാവിന്റെയും മാതാവിന്റെയും കുഞ്ഞുങ്ങളുടെയും വേദന എന്നുള്ളത് വളരെ വേർപാട് എന്നുള്ളത് വളരെ വേദനാജനകമാണ്. എന്നാൽ വേദനയിൽ കൂടി കടന്നുപോയ കർത്താവ് ഞങ്ങളെ ആശ്വസിക്കുന്നുണ്ട്. അതൊരു പ്രശ്നമായിട്ട് ഞങ്ങൾ എടുക്കുന്നില്ല. കർത്താവ് യേശു ക്രിസ്തു സർവാശ്വാസങ്ങളുടെയും ദൈവമാണ്. അതൊരു പിതാവ് പ്രത്യാശയോടുകൂടിയാണ് സ്വർഗത്തിലേക്ക് പോയിട്ടുള്ളത്. ഡോക്ടർ പറഞ്ഞു തൊണ്ട തുളച്ച് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് പോയപ്പോൾ തൊണ്ട തുളച്ച് ട്യൂബ് ഇടണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് എന്റെ കർത്താവിന്റെ അടുത്ത് പോയാൽ മതി, തൊണ്ടെന്ന് എന്റെ ശരീരം ആരും തുളക്കേണ്ട ആവശ്യമില്ല, എനിക്കൊരു പ്രത്യാശയുണ്ട്, മരിച്ചാൽ ശ്വാസം മുട്ടി മരിച്ചാലും കർത്താവിന്റെ അടുത്ത് പോയാൽ മതി, എന്റെ ശരീരം ആരും തുളക്കേണ്ട എന്ന് താൻ പറഞ്ഞിരുന്നു. അതുപോലെ പ്രത്യാശയോട് താൻ മരിച്ചു, താൻ പ്രത്യാശയോട് ജീവിച്ചു, കർത്താവിന് വേണ്ടി വളരെ പോരാടി. അത് എനിക്ക് പറയുവാൻ ചാരിതാർത്ഥ്യമുണ്ട്. വ്യക്തിഗത സുവിശേഷത്തിൽ താൻ അധ്വാനിച്ചിട്ടുണ്ട്. ദൈവദാസന്മാർ പറഞ്ഞതുപോലെ ഇവിടെ കൂടി വന്ന എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. മാത്രമല്ല ശുശ്രൂഷ അധ്യക്ഷനായിരുന്ന കർത്തദാസൻ കുര്യച്ചാൻ, അതുപോലെ തന്നെ ശുശ്രൂഷ പദവിധത്തിലും അച്ഛൻ മാത്രമല്ല സംസ്ഥാനം പദവിത്തിൽ നേരത്തും ആദ്യമൊക്കെ കൊടുത്തായിരുന്നു. ഇപ്പോഴും പിതാവിനെ കുറിച്ച് പല കാര്യങ്ങളും അദ്ദേഹത്തിന് ആധികാരികമായിട്ട് പല കാര്യങ്ങളും അറിയാം. അതുപോലെ കുര്യച്ചാനും ആധികാരികമായിട്ട് വളരെയധികം കാര്യങ്ങൾ അറിയാവുന്നത്. അവർ തമ്മിൽ മുമ്പേ നല്ല ആത്മീയ ബന്ധമുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ഇതുവരെയും മരണം വരെയും ഉണ്ടായിരുന്നു എന്ന് ഞങ്ങളുടെ പല വീടിന്റെ കാര്യം അല്ലെങ്കിൽ പലവിധ കാര്യങ്ങളിലും ഞങ്ങൾ പേഴ്സണൽ കാര്യങ്ങളൊക്കെ വളരെ അധികം ഞങ്ങളോട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെട്ട വ്യക്തികളാണ് ഇവർ രണ്ടുപേരും. ഇവരെ ഞങ്ങൾക്ക് മറക്കുവാൻ കഴിയില്ല. കർത്തദാസന്മാരെ വളരെ കാസർഗോഡ് പ്രായത്തിൽ കൂടുതൽ അവരാണല്ലോ. അതുപോലെ തന്നെ മറ്റ് പാട്ടുപാടിയ കർത്തദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ള ദാസന്മാരെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജാനെ ഓർക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ കടന്നു വന്ന് പാട്ടുപാടി ഞങ്ങളെ സഹായിച്ച, ആശ്വസിപ്പിച്ച, അതുപോലെ തന്നെ പ്രസംഗിച്ച ദൈവദാസന്മാരെ, അനുസ്മരണം പറഞ്ഞവരെ എല്ലാവരും ഞങ്ങൾ ഓർക്കുന്നു. അതുവരെ അനുസരണം പറയാൻ പ്രിയ ചേച്ചിയുണ്ട്, അവരെ ഞാൻ ഓർക്കുന്നു, അവരോട് നന്ദി പറയുന്നു. അതുപോലെ ഞങ്ങളെ പലപ്പോഴും പിതാവ് രോഗമായി കിടന്നപ്പോൾ ഞങ്ങളെ ഒന്ന് ആശ്വസിച്ച സുവിശേഷന്മാരുണ്ട്, വിശ്വാസികളുണ്ട്. എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല, എന്തായാലും പേരെടുത്ത് പറയാൻ അനേകരുണ്ട്. അവരിൽ ചിലര് ഞാൻ പറയുന്നു. കാരണം കെ ജോസ് ഇന്നലെ അന്നില്ലാന്നൊക്കെ ഐസിയിലായിരുന്നപ്പോഴൊക്കെ വന്ന് ആശ്വസിച്ചിട്ട് കുറെ സമയം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. ഇന്നലെയും വന്ന് ഇവിടെയൊക്കെ വൃത്തിയാക്കുവാനും അതുപോലെ പല കാര്യങ്ങളും അദ്ദേഹം ഏർപ്പെട്ടു. കെ ജോസ്, MK ബാബുസ്വാനും, പ്രസാദ് ബ്രദർ, അതുപോലെ തന്നെ ഹിന്ദി ബ്രദറും പല കാര്യങ്ങളും ഏർപ്പെട്ടിരുന്നു. അദ്ദേഹം ഞങ്ങളെ സഹായിച്ചിരുന്നു. അതുപോലെ ബെന്നിച്ചാനും അനേക ദൈവദാസന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ നന്ദി പറയുന്നു. പേരെടുത്ത് പറഞ്ഞാൽ അനേകരുണ്ട്. അതുപോലെ ഞങ്ങളെ പല വിധത്തിലും സാമ്പത്തികമായും അതുപോലെ ആത്മീയമായും ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളെ പ്രത്യാശ കൊണ്ട് നിറയ്ക്കുകയും ചെയ്ത എല്ലാ ദൈവദാസന്മാർക്കും, നാട്ടുകാർക്കും, ഞങ്ങൾ അയൽവാസികൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും ഗോസ്പൽ ഹോമിന്റെ നാമത്തിലുള്ള നന്ദിയെ അറിയിക്കുന്നു. കൂടാതെ ഇവിടെ കടന്നു വന്ന എല്ലാവർക്കും, ചെറിയ കുഞ്ഞു മുതൽ പ്രായമുള്ളവരെ എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന്റെ നാമത്തിൽ നിങ്ങളോട് ഞങ്ങളുടെ ഗോസ്പൽ ഹോമിന്റെ നാമത്തിലുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ സഹായിച്ചു, അതിൽ വാഹനങ്ങളൊക്കെ സഹായിച്ച എല്ലാവർക്കും, ദീപ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിലുള്ള ആംബുലൻസൊക്കെ തന്ന ഞങ്ങളെ സഹായിച്ച എല്ലാവരും പ്രത്യേകിച്ച് നന്ദി പറയാനുള്ള ഒരു വ്യക്തി എന്റെ ചേച്ചിയാണ്, എന്ന് പറഞ്ഞാൽ റിൻസിയുടെ ചേച്ചിയാണ്. അവർ ദീപ ഹോസ്പിറ്റൽ നേഴ്സ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് പല സഹായങ്ങളും ചെയ്യുവാനിടയാക്കുന്നു. അതുപോലെ അവരുടെ ആങ്ങള സാബു, അവരെയും നന്ദിയോടെ അത് ഓർക്കാതിരിക്കുന്നത്, നന്ദി പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അവർക്കും നന്ദി പറയുന്നു. പിന്നെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ആരും കാര്യമായിട്ട് അറിഞ്ഞുകൊണ്ട് ആരെയും വിട്ടുപോയിട്ട് ജെയിംസ് ചേട്ടനൊക്കെ നിന്റെ അടുക്കുന്ന പലപ്പോഴും വരാറുണ്ട്, അവർ കുടുംബമായിട്ട് വരാറുണ്ട്. അവർക്കും നന്ദി പറയുന്നു. എന്റെ ബന്ധുത്വാദികൾ, അതുപോലെ നാട്ടുകാർ, അയൽവാസികൾ, മറ്റുള്ള എല്ലാവർക്കും എന്റെ നന്ദി അറിയുമോ. പ്രത്യേകിച്ച് പറയാനുള്ളത് മലപ്പുറത്തുനിന്നും കാസർഗോഡുനിന്നും മലപ്പുറത്തുനിന്നും കോഴിക്കോടുനിന്നും അതുപോലെ തിരുവനന്തപുരത്തും പത്തനംതിട്ടയും അപ്പച്ചനെ അറിയുന്ന അനേകർ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ചണ്ടപ്പിള്ളാച്ചാനും അതുപോലെ തന്നെ നന്നൂക്കാട് അപ്പച്ചന് വളരെ ബന്ധമുള്ള ഒരു TM ജോർജാൻ കർത്തസന്നിലായിരിക്കുന്ന ജോർജാനുണ്ട്. അദ്ദേഹത്തിന്റെ മക്കൾ അമേരിക്കയിലുള്ളവരും അതുപോലെ തന്നെ നാട്ടിലെ പത്തനംതിട്ടയുള്ളവരും അയലപ്പുറയുള്ളവരും ഒക്കെയും അനുശോചനം അറിയിച്ചിട്ടുണ്ട്. അവർക്ക് ആത്മീയമായി ഞങ്ങൾ വളരെ ബന്ധമുള്ളവരാണ്. അപ്പച്ചനോടുള്ള ബന്ധത്തിൽ വളരെ ബന്ധമുള്ളവരാണ്. അവരെയൊന്നും മറക്കുവാൻ കഴിയില്ല. അവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, ഗോസ്പൽ ഹോമിന്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവിധത്തിലും നന്ദി മാത്രമല്ല, ശുശ്രൂഷന്റെ ജോൺസൺ എന്റെ അനിയനാണ്, അദ്ദേഹത്തിനും നന്ദി പറയുന്നു. അതുപോലെ സെമിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു വിജോ സഹോദരൻ, മറ്റുള്ള എല്ലാവർക്കും
എല്ലാവർക്കും ആരെയും വിട്ടുപോയിട്ടുണ്ടോ എനിക്കറിയില്ല. എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ദൈവം ഇപ്പോൾ ഞങ്ങളെ സഹായിച്ചു. തുടർന്നും ദൈവം സഹായിക്കട്ടെ. ശുശ്രൂഷ ഭംഗിയായി തീരുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഇനിയും വേണമെന്ന് കർത്തനാമത്തിൽ ഞങ്ങൾ അപേക്ഷിച്ചുകൊള്ളുന്നു. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകുവാനാകട്ടെ. കർത്താവിന് എല്ലാ മഹത്വവും കരയറ്റുന്നു. സമയപരിമിതിക്കുള്ളിൽ ഇവിടെ ശുശ്രൂഷ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ഇപ്പോൾ ഒരു സഹോദരൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഞാൻ പേര് പറയും. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, തുടർന്ന് ഇവിടുന്ന് മാങ്ങോടാണ് നമ്മുടെ സെമിത്തേരി, അങ്ങോട്ടേക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങൾ കുറേയൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് പുറകെ അറിയിക്കും. സെമിത്തേരിയിലെ ശുശ്രൂഷ ബ്രദർ ജോൺസൺ തൃശ്ശൂരാണ്. വീടിനോടുള്ള ബന്ധത്തിൽ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന സാമുവലെ ഒരു കാര്യം ഓർപ്പിച്ചിട്ടുണ്ട്. ഒരാൾ നാട്ടിൽ നിന്ന് വന്ന പ്രിയപ്പെട്ടവരുടെ പ്രതിനിധിയായി ഒരാൾക്ക് അനുസ്മരണത്തിന് ഒരു 2 മിനിറ്റ് കൊടുക്കണമെന്ന് ആ സഹോദരിയെ അഭിലാഷിക്കുന്നു. അവളുടെ മാതാപിതാക്കന്മാരെ ഇവിടെ കുടിയിരിക്കുന്ന നാട്ടിൽ നമ്മുടെ വർഗീസേട്ടനെ കുറിച്ച് പറയാനാണെങ്കിൽ, വർഗീസേട്ടൻ മത സുവിശേഷ പുസ്തകങ്ങളെല്ലാം ഞങ്ങൾ എവിടെ വഴിയിട്ട് വെച്ച് കണ്ടാലും ആ പുസ്തകങ്ങളെല്ലാം ഞങ്ങൾക്ക് വിതരണം ചെയ്യുമായിരുന്നു. അതെല്ലാം വായിച്ച് പഠിക്കണമെന്നാണ് ഞങ്ങളോട് പറയാറ്. അപ്പം ഈ കുടുംബമായിട്ട് ഇവിടുത്തെ ഓരോ കുട്ടികളുമായിട്ട് നമുക്ക് വളരെയധികം സൗഹൃദം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ വേർപാട് ഞങ്ങൾക്ക് അതുപോലെ ഉപരി തന്നെ നമ്മുടെ നാട്ടുകാർക്കും വളരെയധികം തീരാ നഷ്ടമാണ്. ഈ ക്രിസ്മസ് വേള അടുത്ത് വരുന്ന ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ വേർപാട് ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും തീരാ നഷ്ടം തന്നെയാണ്. അതൊന്നും പറയുന്നില്ല. തുടർന്ന് സെമിത്തേരിയിലേക്ക് പോകേണ്ടിയിരിക്കണം. എല്ലാ ക്രമീകരണങ്ങൾ അല്പമായിട്ട് ചെയ്തിട്ടുണ്ട്. അതറിയിക്കുന്നതാണ്. സെമിത്തേരിയിലുള്ള ശുശ്രൂഷകൾ ബ്രദർ ജോൺസൺ തൃശ്ശൂർ ചെയ്യുന്നതായിരിക്കും. ഇല്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുവെക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കിയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുകയും. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ കൂടെ ചേർത്ത് നമുക്ക് വായിക്കാം. 1 തെസ്സലോനിക്കർ 4:13 മുതലുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും
പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊണ്ടേ. നാം വായിച്ച 2 വേദഭാഗങ്ങളിലും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് പോലെ ഒരു ഉയർത്തെഴുന്നേൽപ്പ്, ജീവനിലേക്കുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളും പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇബ്രാഹിം എന്നൊരു വാക്യം കൂടെ ഞാൻ ചേർത്ത് വായിക്കട്ടെ. അതിന്റെ 6-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങളാണ്. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്ക് പറവാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. അത് നിശ്ചയവും സ്ഥിരവും തിരശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. അവിടേക്ക് യേശു മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പ് കൂട്ടി പ്രവേശിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവിടേക്ക്, ആ അതിവിശുദ്ധ സ്ഥലത്തേക്ക്, സ്വർഗമാകുന്ന അതിവിശുദ്ധ സ്ഥലത്തേക്ക് നമുക്ക് വേണ്ടി നമ്മുടെ മഹാപുരോഹിതൻ മുമ്പ് കൂട്ടി പ്രവേശിച്ചിരിക്കുന്നു. ഹി എന്റർഡ് ആസ് എ ഫോർറണ്ണർ. നമുക്ക് മുന്നോടിയായി പ്രവേശിച്ചിരിക്കുന്നു. പഴയ നിയമത്തിൽ ഒരു മഹാപുരോഹിതനും മുമ്പ് കൂട്ടി പ്രവേശിക്കുന്നില്ല. ഫോർറണ്ണറായിട്ട് മുന്നോടിയായി പ്രവേശിക്കുന്നില്ല. കാരണം ആർക്ക് വേണ്ടിയിട്ടാണ്? അവരുടെ പ്രതിനിധി മാത്രമാണ്. എന്നാൽ നമ്മുടെ മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി മുമ്പ് കൂട്ടി പ്രവേശിച്ചു എന്ന് പറയുന്നത് നമുക്കൊരു നങ്കൂരമാണ്, നമുക്ക് ഉറപ്പാണ്. നാമും അവിടേക്ക് കടക്കും. ദൈവത്തിന് സ്തോത്രം. ഈ പ്രിയ ദേവദാസൻ കർത്താവിന്റെ രാജ്യത്തിനു വേണ്ടി അധ്വാനിച്ചു. താന് അവസാന കാലങ്ങളിൽ ക്ഷീണിതനായി ചുക്കിച്ചുളഞ്ഞ ശരീരവുമായി, അതെ, നമ്മൾ നേരത്തെ വായിച്ചതുപോലെ മർത്യമായ ഒരു ശരീരം, ദ്രവത്വമുള്ള ഒരു ശരീരം, ബലഹീനമായ ഒരു ശരീരം. അല്ല, ദൈവത്തിന് സ്തോത്രം. ഈ ജഡരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയാത്തത് കൊണ്ട് അദ്രവത്വമുള്ള അമർത്യമായ തേജസ്സേറിയ ഒരു ശരീരം കർത്താവ് നൽകും. ആ ഗംഭീരനാദത്തിങ്കൽ കർത്താവിന്റെ ദിവസത്തെ തെസലോനിക്കലേഖനത്തിൽ വായിക്കുന്ന പോലെ നാം അവിടെ വായിച്ചത്, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. എന്താ കാരണം? യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം കർത്താവ് വരുമ്പോൾ കർത്താവ് മുഖാന്തരം കർത്താവിൽ വിശ്വസിച്ച, കർത്താവിൽ നിദ്ര കൊണ്ട സകല വിശുദ്ധന്മാരെയും അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കും. അവന്റെ മഹത്വവും തേജസ്സും അവന്റെ ശക്തിയും അവിടുന്ന് ആ മൃതന്മാരിൽ വെളിപ്പെടുത്തുന്ന ഒരു ദിവസം വരാൻ പോവുകയാണ്. നമുക്ക് കർത്താവ് എത്രയോ വലിയ ആ പ്രത്യാശയാണ് നൽകിയിരിക്കുന്നത്, എത്ര വലിയ ഉറപ്പാണ് നൽകിയിരിക്കുന്നത്. ഒരു കപ്പൽ എത്ര കാറ്റും കോളും വന്നാലും അനങ്ങാതെ ഉറച്ചു നിൽക്കുവാൻ നങ്കൂരമിടുന്നത് പോലെ നമ്മുടെ ആത്മാവിനൊരു നങ്കൂരമാണ് കർത്താവ് നൽകിയിരിക്കുന്ന പ്രത്യാശ. അവിടുന്ന് ആ അതിവിശുദ്ധ സ്ഥലത്തേക്ക് നമുക്ക് വേണ്ടി മുമ്പ് കൂട്ടി പ്രവേശിച്ചിരിക്കുകയാണ് നമ്മുടെ മഹാപുരോഹിതൻ. ആ രാജകീയം പൗരോഹിത്യം പ്രാപിച്ച് നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്ന പ്രത്യാശയിൽ നമുക്ക് ആശ്വസിക്കാം, ധൈര്യപ്പെടാം. കർത്താവ് നൽകിയ പ്രത്യാശയിൽ നമുക്ക് ജീവിക്കാം. ഈ ലോകം നമുക്കുള്ളതല്ല. നാം എല്ലാവരും ഒരു ദിവസം ഇതുപോലെ കിടക്കും. നാം ഇവിടം വിട്ടു പോകാനുള്ളവരാണ്. ഉന്നതമായ ചിന്തയോടുകൂടെ നമ്മുടെ ഈ ഹലോകവാസം മുന്നോട്ട് തുടരുവാൻ, ദൈവവചനത്തെ സ്നേഹിക്കുവാൻ, പ്രിയ ദേവദാസൻ ചെയ്തതുപോലെ അതെ സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ലാതെ സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുവാൻ, ദൈവവചനത്തിൽ വെള്ളം ചേർക്കാതെ കർത്താവിന്റെ വചനത്തിന് വേണ്ടി ധീരതയോടെ ജീവിക്കുവാൻ ഇവിടെ കൂടിയിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഒരുപോലെ കർത്താവ് സഹായിക്കട്ടെ. സർവകൃപാലുവായ ദൈവം നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി
തന്റെ പ്രത്യാശയാൽ കർത്താവ് നമ്മെല്ലാവരും നിറയ്ക്കട്ടെ. കർത്താവിന്റെ വിലയേറെ നാമം വാഴ്ത്തട്ടെ. ഇപ്പോൾ പോളിസ് മാത്യു പ്രാർത്ഥിച്ച് അതിനുശേഷം കേൾവിക്കുകയും കർത്താവിനർഹം കേൾവിക്കുകയും രണ്ട് വാക്ക് അതോട് ബന്ധപ്പെട്ട് പറഞ്ഞ് ആശീർവാദം പറഞ്ഞ് പുറത്തുമുള്ള കർത്താവ് ശാന്തമായ വേളയ്ക്കായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ ഇന്ന് ഞങ്ങളിവിടെ നല്ല ഒരു യാത്രയയപ്പ് നൽകുമ്പോൾ തൻ്റെ ജീവിതം ഇവിടെ ബാക്കിയാവുന്നു. അതിൻ്റെ സാക്ഷ്യപത്രങ്ങൾ ഞങ്ങൾക്ക് ചുറ്റുകൊണ്ടതിനായിട്ട് നന്ദിയോടെ. യഹോവ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു പിതാവേ. കഴിഞ്ഞ ദീർഘവർഷങ്ങൾ കാസർഗോഡ് ജില്ലയുടെ ഈ മലമടക്കുകളിൽ അതിന് തലങ്ങും വിലങ്ങും കർത്താവിൻ്റെ സുവിശേഷവുമായി സഞ്ചരിക്കുവാൻ, അനേക ജീവിതങ്ങളെ സ്വാധീനിക്കുവാൻ, അനേക ആളുകളെ കർത്താവിലേക്ക് നടത്തുന്ന അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിക്കുവാൻ തന്റെ ദാസനെ കർത്താവ് സഹായിച്ചു. സഭാംഗങ്ങൾക്ക് മുമ്പിലും കുടുംബാംഗങ്ങൾക്ക് മുമ്പിലും താൻ വെച്ച നല്ല മാതൃകകൾ പിന്തുടരുവാൻ ഞങ്ങളെ സഹായിക്കുക. കർത്താവ് ഇന്ന് ഈ ശവസംസ്കാര ശുശ്രൂഷ ഇത്രത്തോളം ഭംഗിയായി നടക്കുവാൻ എല്ലാ അനുകൂല സാഹചര്യങ്ങളെയും നൽകിയതിനായി നന്ദി പിതാവ്. കർത്താവ് ഇതിൽ സംബന്ധിച്ച് മടങ്ങിപ്പോകുന്ന ആളുകളെ ഓർക്കണം. ഇപ്പോൾ ഇവിടെ ഞങ്ങളെ കേൾപ്പിച്ച പ്രത്യാശയുടെ വചനങ്ങൾക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രത്യാശയാകുന്ന നങ്കൂരമിട്ട് ഉറപ്പിക്കുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. ഞങ്ങൾ ലോകത്തിൽ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ അല്ല എന്നുള്ളതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം കഴിയുന്നു. മക്കളെയും കൊച്ചുമക്കളെയും പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഓർക്കുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ക്രിസ്തുയേശുവിൽ അവരുടെ നിലവുകളെ സൂക്ഷിക്കപ്പെടുവാൻ ഇടയാക്കണമേ എന്നോട് തുടർന്നുള്ള കാര്യങ്ങളിൽ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടാകണം. ഇത്രത്തോളം ഞങ്ങളെ സഹായിക്കാനായി മഹത്വവും മാനവും അവിടത്തേക്ക് അർപ്പിക്കുന്നു. രക്ഷിതാവിന്റെ പരിശുദ്ധ നാമത്തിൽ സ്വീകരിക്കണം സ്വർഗീയ പിതാവേ. നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം നൽകിയല്ലോ കർത്താവിന് സ്തോത്രം. ഒരു 3 വാക്യങ്ങൾ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, വെളിപ്പെടുത്തൽ 13-19 വാക്യം. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികെ ചെയ്യും. പൊടിയിൽ നിന്നാണ് നമ്മളെ സൃഷ്ടിച്ചത് ആയിരിക്കുന്നത്. അതിലേക്ക് തിരികെ ചേരുമെന്നുള്ള ദൈവിക പ്രമാണമാണ്. മറ്റൊന്ന്, എന്തിനുകൊണ്ട് പൊടിയിലേക്ക് തിരികെ ചേരും? അതാണ് കർത്തദാസൻ ഓർപ്പിച്ചത്. 1 വാക്യം. മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ ശരീരം പൊടിയിലേക്ക് ചേരും. അതിൽ നമ്മളിവിടെ പൊടിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോഴത്തേനും ഒരു കാര്യം വെക്കാണ്, അദ്ദേഹം ഒരു വീര പോരാളി ആയതുകൊണ്ട്. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, അല്ലയോ ദാനിയേലേ, നീ പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ നീ എഴുന്നേറ്റ് വരും. നമുക്ക് കർത്താവിന്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് പറയാൻ കഴിയുന്നത്, കർത്താവിന്റെ ദാസനായിരിക്കുന്ന കെ വർഗീസ് പിതാവേ, അവിടുന്ന് പൊയ്ക്കൊള്ളുക. കർത്താവ് താൻ ഗംഭീരനാദത്തോടും കാഹളത്തോടും കൂടെ വരുമ്പോൾ പ്രതിഫലം വാങ്ങിക്കുവാനായിട്ട് വേഗത്തിൽ എഴുന്നേറ്റ് വരുവാൻ ഇടയാകുമല്ലോ. ആകയാൽ ദൈവ വ്യവസ്ഥ പ്രകാരം ഞങ്ങൾ അങ്ങേ പൊടിക്ക് ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നീയോ കെ വർഗീസേ പൊയ്ക്കൊള്ളുക, കാലാവസാനത്തിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരിക. കർത്താവ് വചനങ്ങളെ കൊണ്ട് നമ്മളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. കർത്താവിന്റെ സ്തോത്രം. കാസർഗോഡ് ജില്ലയിൽ കരിന്തളം വില്ലേജിൽ ചോയങ്കോട് ഗോസ്പൽ ഹോമിൽ താമസിച്ചിരുന്ന ചോയങ്കോട് ബ്രദർ സഭാംഗമായിരുന്ന 87 വയസ്സ് പ്രായമുള്ള സുവിശേഷനായ കെ വർഗീസ് അവരുടെ ഭൗതിക ശരീരം നിങ്ങളെ എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ദൈവവ്യവസ്ഥ പ്രകാരം മണ്ണിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അവരുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കാവലും പരിപാലനവും നിങ്ങളെവരോടും വിശിഷ്യ ദുഃഖത്തിലായിരിക്കുന്ന മക്കളോടും കൊച്ചുമക്കളോടും ദാസന്മാരോടും കൂടെ ഇന്നും എന്നാളും കർത്താവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നേരം കാണുമെൻപേ നേരം
അന്തർഭാവനെ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ വിളിക്കും നേരം കാണുമെന്ന്